എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. പുതിയ 2-3 ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. ഈ ക്ലാസ്സുകൾ നടത്തുന്നത് ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാല എന്ന സ്ഥാപനമാണ്. ഈ സ്ഥാപനം തിരുവനന്തപുരത്താണ്. നമ്മൾ ഓൺലൈനിലാണ് കൂടുതലും ക്ലാസ്സുകൾ നടത്തുന്നത്. നേരത്തെ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഓൺലൈൻ ക്ലാസ്സുകളാണ് കൂടുതൽ. ഇന്ന് പ്രധാനമായിട്ട് ആരംഭിക്കുന്ന ക്ലാസ്സുകൾ എന്ന് വെച്ചാൽ ജ്യോതിഷത്തിന്റെ 3 ക്ലാസ്സുകളാണ്. അടിസ്ഥാന ജ്യോതിഷം, അതുപോലെ തന്നെ അത് ഏകദേശം 8 മാസം വരുന്ന ഒരു ക്ലാസ്സാണ്. പിന്നീട് വരുന്നത് പ്രശ്നം മുഹൂർത്തം എന്ന് പറയുന്ന ഒരു ക്ലാസ്. പ്രശ്നവും മുഹൂർത്തവും എക്സാമ്പിൾ ഇട്ട് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സാണ്. പിന്നെ വരുന്നത് ഒരു ക്ലാസ് ജാതക പ്രശ്ന വിശകലനം എന്ന് പറയും. അത് നമ്മൾ അനേകം ജാതകങ്ങളും പ്രശ്നങ്ങളും സാറ് ചെയ്തിട്ടുള്ള പ്രശ്നം എല്ലാം തന്നെ നമ്മൾക്ക് എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ്. പിന്നെ അതുപോലെ തന്നെ വിവാഹപ്പൊരുത്തം എന്ന് പറയുന്നത് ജാതകങ്ങൾ തമ്മിലുള്ള പൊരുത്തം നോക്കുന്ന രീതിയിലുള്ള വിവാഹപ്പൊരുത്തമാണ്. അങ്ങനെയുള്ള ഒരു ക്ലാസ്സാണ് ഉള്ളത്. പിന്നെ വരുന്നത് വാസ്തുവിന്റെ ക്ലാസ്സാണ്. വാസ്തു ക്ലാസ് ഏകദേശം 3 ക്ലാസ്സുകളാണ് വാസ്തുവിൻ്റെ ആരംഭിക്കുന്നത്. അത് ഒന്ന് ഡിപ്ലോമ ഇൻ വാസ്തു എന്ന് വെച്ചാൽ ആദ്യമായിട്ട് വാസ്തു പഠിക്കാൻ വരുന്നവർക്ക് വേണ്ടിയുള്ള ക്ലാസ്. അത് 8 മാസ കോഴ്സാണ്. പിന്നെ വരുന്ന കോഴ്സ് എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ വാസ്തു, അത് 1 വർഷത്തെ കോഴ്സാണ്. പിന്നെ വാസ്തു ആചാര്യ എന്ന് പറയുന്ന ഒരു കോഴ്സുണ്ട്. അത് ഏകദേശം 15-16 മാസം വരുന്ന ഒരു ക്ലാസ്സാണ്. എക്സ്പീരിയൻസും സൈറ്റിലൊക്കെ പോയി നോക്കുന്ന രീതിയിലുള്ള ഒരു ക്ലാസ്സാണ്. അതിനെപ്പറ്റിയെല്ലാം അതിൻ്റെ അധ്യാപകരായ ആൾക്കാരെല്ലാം എല്ലാ ക്ലാസ്സുകളെയും പറ്റി വിശദീകരിക്കും. നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ക്ലാസ് ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്ക് ശേഷം ക്ലാസ്സുകളെ പറ്റി അതായത് അധ്യാപകർ നിങ്ങളോട് വിശദീകരിക്കും. മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. ആദ്യമായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷം പഠിപ്പിക്കുന്ന പ്രശ്നം മുഹൂർത്തം ക്ലാസ്സുകൾ എടുക്കുന്ന മോഹൻ സാറാണ്. മോഹൻ സാർ നിങ്ങളോട് സംസാരിക്കും. മോഹൻ സാർ. എല്ലാവർക്കും സ്വാഗതം. ജ്യോതിഷം ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മോഹനൻ എന്നാണ്. ഞാനാണ് പ്രശ്നം മുഹൂർത്തം, വിവാഹപ്പൊരുത്തം, ജാതക വിശകലനം ഇതൊക്കെ എടുക്കുന്നത്. നമ്മൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ ലാൽ സാർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് തന്നെ കടക്കാം. ജ്യോതിഷത്തിൻ്റെ പ്രിലിമിനറി കഴിഞ്ഞവരാണ് ഇതിൽ വരുന്നത്. പ്രിലിമിനറി കാര്യങ്ങളെല്ലാം ബേസിക് കോഴ്സിനെ കുറിച്ച് പ്രസന്നകുമാർ സാർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കും. അപ്പം എനിക്ക് വരുന്നത് പ്രശ്നം മുഹൂർത്തം, വിവാഹപ്പൊരുത്തം, ജാതക വിശകലനം. പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കും, എന്തിനാണ് ഇങ്ങനെ പ്രശ്നം വയ്ക്കുന്നത്? ജാതകം നോക്കിയിട്ടെല്ലാം പറയാമല്ലോ എന്ന് ചോദിക്കും. അതിന് ഒരു അടിസ്ഥാനമുണ്ട്. അതായത് ജാതകം എന്ന് പറയുന്നത് ജനിക്കുന്ന സമയത്ത് കുറിക്കുന്നതാണ്. ആ ജനിക്കുന്ന സമയത്തിനെ അടിസ്ഥാനപ്പെടുത്തി അപ്പോഴുള്ള ഗ്രഹനിലയാണ് അതിൽ വരുന്നത്. അപ്പോഴൊരു ലഗ്നവും ഗ്രഹനിലയും നവാംശകവും കുറേ കാര്യങ്ങളുണ്ട്. അത് വച്ച് ദശകൾ കണക്കാക്കുന്ന രീതിയൊക്കെയാണ്. അത് നമ്മുടെ കാലം തീരുന്നതുവരെ ആ ഗ്രഹനിലയിൽ ഒരു മാറ്റവുമില്ല. നമ്മൾ ആ ജാതകത്തിനെ സൂക്ഷിച്ചു വച്ചേക്കും. എത്ര വർഷമായിരുന്നാലും ആൾക്കാർ സൂക്ഷിച്ചു വയ്ക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രശ്നമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതല്ല, ഒരു സമയത്ത് നമ്മൾ ജാതകം നോക്കാൻ പോകുമ്പോൾ
അല്ലെങ്കിൽ പ്രശ്നം വയ്ക്കാൻ പോകുമ്പോൾ അപ്പോഴുണ്ടാകുന്ന ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലാണ് പ്രശ്നം വയ്ക്കുന്നത്. ഇന്നൊരാൾ വന്നാൽ ഇന്നത്തെ ഗ്രഹനില, നാളെ വന്നു കഴിഞ്ഞാൽ നാളത്തെ ഗ്രഹനില, ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ അന്നുള്ള ഗ്രഹനില. അപ്പോഴതിൻ്റെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ, നമ്മുടെ ജാതകം അനുസരിച്ച് മുൻജന്മ ഫലങ്ങൾ, സഞ്ചിത കർമ്മം അനുസരിച്ചാണ് നമ്മൾ ജന്മജന്മാന്തരങ്ങളിൽ ചെയ്ത പാപപുണ്യ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ജന്മം എന്തൊക്കെ അനുഭവിക്കണം എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ ദൈവീകമായ കാര്യങ്ങളാണ്. അതെല്ലാം ജാതകത്തിന് കിട്ടും. അതിൽ ജാതകവും പ്രശ്നവും ഒരുപോലെ ഇരിക്കും എന്നാണ് നമ്മുടെ സങ്കല്പം. എല്ലാവരും പറയുന്നതും അങ്ങനെ തന്നെ. പക്ഷെ ഒരുപോലെ വരണം എന്നുള്ള നിർബന്ധമില്ല. ജാതകം അനുസരിച്ച് ഇപ്പോൾ നടക്കുന്ന ദശ നമുക്ക് ഫേവർ എന്ന് കരുതുക. ശുക്രനോ വ്യാഴമോ ഒക്കെ ദശയും അപകാരവും ഒക്കെ നടക്കുന്നു, അവർക്ക് ബലമുണ്ട്. അപ്പോൾ പ്രശ്നത്തിലും അതുപോലെ വലിയ ദോഷം ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് നല്ല സമയമാണെങ്കിൽ ഈ സമയം നമുക്ക് ജാതകത്തിലും നല്ല സമയം, പ്രശ്നത്തിലും നല്ല സമയമെങ്കിൽ നമ്മൾ സൽക്കർമ്മം ചെയ്തിട്ടുണ്ട്. ആ സൽക്കർമ്മത്തിൻ്റെ ഫലമാണ് ഈ ജന്മവും സൽക്കർമ്മം ചെയ്തു. ഈ പ്രസൻറ്റ് സ്റ്റേജിലും നമ്മൾ ചെയ്യുന്ന നല്ല കർമ്മങ്ങളാണ് എന്നർത്ഥം. ജാതകം നന്നായിരുന്ന് പ്രശ്നം മോശമാണെങ്കിൽ, മുൻജന്മ ഫലം അനുസരിച്ച് ചെയ്തിട്ടുള്ളത് നന്മയാണെങ്കിലും, പ്രശ്നം ഈ ജാതകം നമ്മൾ ജനിച്ചതിന് ശേഷമുള്ള കാര്യമാണ് പ്രശ്നമെന്ന് പറയുന്നത്. ജനിക്കുന്നതിന് മുൻപുള്ള കാര്യങ്ങൾ മാത്രമേ ജാതകത്തിലുള്ളൂ. അപ്പോൾ ജാതകം നന്നായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻജന്മ ഫലമനുസരിച്ച് നമുക്ക് നല്ല ഫലം കിട്ടണം. പ്രശ്നം മോശമായി, ഇപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ ഫലം മോശമായി എന്ന് പറഞ്ഞാൽ ഈ ജന്മം നമ്മൾ എന്തൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നർത്ഥം. നേരെ മറിച്ച് ജാതകം മോശവുമായിരുന്നു, പ്രശ്നത്തിൽ നല്ല ഫലം കാണുന്നു എന്നുണ്ടെങ്കിൽ നല്ല അനുസരണയും ഈശ്വര സേവയും സൽക്കർമ്മ പ്രവർത്തികളും ചെയ്യുന്നു, ഈ ജന്മം ചെയ്യുന്നു എന്നർത്ഥം. അത് മനസ്സിലാക്കാനാണ് പ്രശ്നം വയ്ക്കുന്നത്. പ്രശ്നത്തിന് ഒരു വർഷത്തെ കാലാവധി മാക്സിമം, അതിനപ്പുറമൊന്നും ആരും പറയുന്നില്ല. പിന്നെ അഷ്ടമംഗല പ്രശ്നമൊക്കെ ആയാൽ കുറച്ചുകൂടി ദീർഘം പറയാം. അഷ്ടമംഗല പ്രശ്നം വളരെ എന്തെന്ന് പറയാം, ഈശ്വരാനുഗ്രഹമൊക്കെ തേടി ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരും, അങ്ങനെ പറയാം. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. പ്രശ്നത്തിന് ജാതകം നമ്മൾ സയൻസ് എന്ന് പറയുന്നു, പ്രശ്നത്തിന് ഒരു വാക്ക് കൂടെ ചേർക്കണം, ഡിവൈൻ സയൻസാണ്, ദൈവിക ശാസ്ത്രം. ഒരു കാര്യം നേരത്തെ പറഞ്ഞു, അപ്പോഴപ്പോഴുള്ള ഗ്രഹനില അനുസരിച്ചാണ് വരുന്നത്. അതിന് ഒരുപാട് പ്രൊസീജിയറുണ്ട്. ഈശ്വര സേവയും ഈശ്വര വിശ്വാസവും ഉള്ളവർക്ക് മാത്രമേ നമ്മൾ പ്രശ്നം വയ്ക്കാവൂ. ജാതകം നോക്കുന്നതും അങ്ങനെയാണ്. ഇതൊക്കെ ദൈവാനുഗ്രഹത്തിൽ കിട്ടുന്നതാണ്. പ്രശ്നം വയ്ക്കാൻ വരുന്ന ജ്യോത്സ്യർക്കും ദൈവാനുഗ്രഹം വേണം, വരുന്ന ആളിന് വിശ്വാസവും വേണം. വിശ്വാസമില്ലാത്ത ഒരാൾ ചോദിച്ചാൽ നമ്മൾ ഒന്നും പറയരുത്. വഴിയിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുക, അങ്ങനെ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത്, പ്രശ്നം എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം ചോദ്യം എന്നാണ്. ചോദ്യത്തിൽ നിന്ന് ചോദ്യത്തിന് ഉത്തരം കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മാത്തമാറ്റിക്സിൽ ഇഷ്ടംപോലെ, SLCക്ക് ഇഷ്ടംപോലെ പഠിക്കുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് മാത്രമേ എഴുതിയാലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. ചോദ്യത്തിന് ഉത്തരം കൊടുക്കുക. ആ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവരുടെ ആവശ്യം എന്തോന്നുള്ള അടിസ്ഥാനത്തിലാണ് ഗ്രഹനില വച്ചിട്ട് കണ്ടുപിടിക്കുന്നത്. ജാതകവും പ്രശ്നവും ഒരുപോലെയാണെങ്കിലും പ്രശ്നത്തിൽ കുറേ ടേംസ് കൂടുതലുണ്ട്. ഈശ്വര അനുഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മളൊരു പ്രശ്നം എടുക്കുമ്പോൾ ഈശ്വരാനുഗ്രഹം ഉണ്ടോ എന്ന് നോക്കും. അത് കഴിഞ്ഞിട്ട് ഇഷ്ടദേവത, പരദേവത, കുടുംബദേവതയുടെ കാര്യങ്ങൾ നോക്കും. പിന്നെ നാഗർശാപമോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. പിതൃശാപം, മാതൃശാപം, ഗുരുശാപം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നോക്കും. ഇഷ്ടദേവതയുടെ കാര്യം നോക്കും. പിന്നെ വേറെയും കുറേ കാര്യങ്ങളുണ്ട്. കൺദൃഷ്ടി, വാഗ്ദോഷം, ആഭിചാരദോഷം, കൈവിഷദോഷം, ഇങ്ങനെയൊക്കെ ഇനി ഇതെല്ലാം പോയിട്ട് ഇതിൻ്റെ വേറെയും പല കാര്യങ്ങളുണ്ട്. ഗ്രഹ സംബന്ധമായ കാര്യങ്ങൾ അറിയാനും, വിവാഹ സംബന്ധമായ തടസ്സങ്ങളുണ്ടോ എന്നറിയാനും, രോഗപ്രശ്നവും, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ ചില ടേംസുകളുണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കണം. എങ്ങനെയൊക്കെ ബാധാസ്ഥാനം, ബാധകാധിപതി,
6-ാം ഭാവപതി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം പറഞ്ഞു തരും. ഇതിനു വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം മുഹൂർത്തം, അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ആദ്യം പറയാൻ പോകുന്നത്. ഘോരാശാസ്ത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തി 12 രാശികളും 9 ഗ്രഹങ്ങളുടെയും കാരകത്വം ഭംഗിയായി പഠിക്കും. കാരകത്വം പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് സൂര്യൻ്റെ കാരകത്വം എന്ന് പറഞ്ഞാൽ 8-10 വാക്കല്ല പഠിക്കുന്നത്. അത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ഘോരയുടെയും ജാതകാദേശത്തിൻ്റെയും മറ്റ് ലേഖനങ്ങളിൽ വരുന്ന കാര്യങ്ങളെല്ലാം കോർത്തിണക്കി വളരെ ഡൈല്യൂട്ട് ചെയ്ത് മനസ്സിലാകുന്ന ഭാഷയിൽ, എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ പറഞ്ഞ് ശ്ലോകവും കൂടി പറഞ്ഞു തരും. ശ്ലോകം താല്പര്യമുള്ളവർക്ക് പഠിക്കാം, ഇല്ലാത്തവർക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞ് ആദ്യം പഠിപ്പിക്കും. പഠിപ്പിച്ചിട്ട് അതായത് 9 ഗ്രഹങ്ങളും 12 രാശികളുടെയും കാരകത്വം പഠിക്കുമ്പോൾ മറ്റ് പല കാര്യങ്ങളും അതിനകത്ത് വരും. പൊരുത്ത വിഷയങ്ങളും എല്ലാം അതിനകത്ത് കുറേയൊക്കെ വരും. ദ്വിഗ്രഹയോഗം, ഒരു രാശിയിലെ ഗ്രഹം നിന്നാലുള്ള ഫലം, പിന്നെ 2 ഗ്രഹങ്ങൾ ചേർന്ന് നിൽക്കുന്നത്, പിന്നെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പ്രധാന വിഷയം, ഇതെല്ലാം പറയും. അതിനുശേഷം പ്രശ്നമാർഗത്തിനെ അടിസ്ഥാനപ്പെടുത്തി പഞ്ചാംഗ വിഷയം കുറേ പഠിക്കും. കുറച്ച് നിമിത്തം, പിന്നെ രോഗപ്രശ്നം, സന്താന പ്രശ്നം, വിവാഹ പ്രശ്നം, അതൊക്കെ സെക്കൻഡ് വോളിയൂമിൽ വരും പ്രശ്നമാർഗത്തിൻ്റെ. അത് കഴിഞ്ഞ് 14-ാമത്തെ ചാപ്റ്റർ കാരകത്വങ്ങൾ കുറേ പഠിക്കും. അതും കഴിഞ്ഞിട്ട് 15-ാമത്തെ ചാപ്റ്റർ തറവ് സ്റ്റഡി. ഇതിൽ ആദ്യത്തെ കുറച്ച് ദൂരം വരെ നമുക്ക് എക്സാമ്പിൾ ഇടാൻ പറ്റില്ല, കുറേ തിയറികൾ വരും. അത് കഴിഞ്ഞെല്ലാം എക്സാമ്പിൾ ഇട്ട് ഭംഗിയായിട്ട് പഠിച്ച് പരിഹാരവും പറഞ്ഞ് ഭംഗി പോകും. അത് പറഞ്ഞ് ഭംഗിയായിട്ട് നേരത്തെ ക്ലാസ്സിൽ വന്നിട്ടുള്ളവർക്ക് അത് അറിയാൻ കഴിയും. ഭംഗിയായിട്ട് മനസ്സിലാക്കിയേ പോവുള്ളൂ, മനസ്സിലാക്കാതെ പോവില്ല. ഇതെല്ലാത്തിനും നോട്ടും തരും. നോട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ നോട്ട് കൊടുത്തിട്ട് ഭയങ്കരമാണെന്ന് പറയുന്നതൊന്നും ശരിയല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഒരുവിധം മനസ്സിലാകത്തക്ക രീതിയിൽ തരും എന്നുള്ളതാണ് എൻ്റെ ഒരു ഉറപ്പ്. അത് ഇതിനു മുമ്പേ ക്ലാസ്സിൽ വന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. മനസ്സിലാകുന്ന ഡൈല്യൂട്ട് ചെയ്ത് അങ്ങനെയാണ് നോട്ട് തരുന്നത്. പിന്നെ എക്സാമ്പിൾ ഇടുന്നത് ഈ പ്രശ്നത്തിന് ഓരോ കാലഘട്ടത്തിലുമുള്ള എക്സാമ്പിൾ അപ്പോഴപ്പോഴുള്ള എക്സാമ്പിളാണ് കൊടുക്കാറുള്ളത്. കാരണം 2-3 പ്രാവശ്യമൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കും കൂടി ഉപയോഗപ്പെട്ട രീതിയിൽ ഞാൻ പ്രശ്നം വയ്ക്കുന്ന പ്രശ്നങ്ങളാണ് കൂടുതലും കൊടുക്കാറുള്ളത്. പഠിച്ച് മനസ്സിലാക്കി എൻ്റെ ഡയറിയിൽ കുറിച്ചിട്ട് അതിനെയാണ് കൊടുക്കാറുള്ളത്. അല്ലാതെ ഒരിടത്തിനും കടമെടുക്കുന്നതോ ഒന്നുമല്ല. പ്രശ്നത്തിന് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമുക്കത് ഭംഗിയായിട്ട് മനസ്സിലാകും. നമ്മൾ കൈകാര്യം ചെയ്ത ഒരു കേസ് നമുക്ക് ഭംഗിയായിട്ട് മനസ്സിലാകും. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മുഹൂർത്തത്തിന് നമ്മുടെ എങ്ങനെയെന്ന് ചോദിച്ചാൽ ആദ്യം കുറേ ടേംസ് ഉണ്ട്. മുഹൂർത്തത്തിൻ്റെ കുറേ പ്രിലിമിനറിയും കഴിഞ്ഞിട്ട് എല്ലാ മുഹൂർത്തങ്ങളെയും കുറിച്ച് ഇപ്പം വിവാഹ മുഹൂർത്തമാണെങ്കിൽ വിവാഹത്തിൻ്റെ മുഹൂർത്തത്തിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം, എന്നിട്ട് അതിനെ എക്സാമ്പിൾ ഇടും. എങ്ങനെ പഞ്ചാംഗം എങ്ങനെ ഉപയോഗിക്കുന്നു എല്ലാം കൂടി. അതിന് മുമ്പ് ഒരു കാര്യം പറയേണ്ടത്, ഈ പ്രശ്നം മുഹൂർത്തം ക്ലാസ്സുകാർ പഞ്ചാംഗം, വലിയ പഞ്ചാംഗം വാങ്ങി വച്ചേക്കണം. ഇല്ലെങ്കിൽ 2 ദിവസത്തിനകം വാങ്ങിയേ പറ്റൂ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പഞ്ചാംഗം വാങ്ങിയാലും മതി, അല്ലെങ്കിൽ ഒരു പഞ്ചാംഗം, വലിയ പഞ്ചാംഗം, ചന്ദ്രാപ്രസിൻ്റെ വലിയ പഞ്ചാംഗം വാങ്ങി വച്ചേക്കണം. അത് അത്യാവശ്യം. ജ്യോതിഷഭൂഷണം അതും വാങ്ങി. പിന്നെ ഒരു ഘോരാശാസ്ത്രത്തിൻ്റെ മൂലശ്ലോകം വാങ്ങിയാലും മതി, അല്ലെങ്കിൽ രാമകൃഷ്ണ പിള്ള എഴുതിയ ബുക്ക് വാങ്ങിയാലും മതി. ഘോരാശാസ്ത്രം കൂടി വാങ്ങണം. നേരത്തെ വാങ്ങുന്ന നല്ലത്. സമയത്തിന് കിടന്ന് ഓടേണ്ട, വാങ്ങി കയ്യിൽ വച്ചേക്കണം. ഘോരാശാസ്ത്രത്തിൻ്റെ മൂലശ്ലോകം, അതിൽ ശ്ലോകം മാത്രമേ ഉള്ളൂ. ചെറിയ ബുക്ക്, നമുക്ക് പോക്കറ്റ് ഡയറി പോലെ ഇരിക്കും. വേണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് യാത്രാ സമയത്തൊക്കെ വേണമെങ്കിൽ പോക്കറ്റ് ഇട്ടൊക്കെ എടുത്ത് വെച്ച് വായിക്കാനും, ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത് വായിക്കാനൊക്കെ കഴിയും. അതുകൂടി വച്ചിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ശ്ലോകം പറയുമ്പോൾ ടേംസ്, ഇപ്പം വൃത്താഹതാമ്രതൃക്ക് എന്ന് പറയുമ്പോൾ എഴുതാൻ ഏത് കാ ഏത് ച എന്നൊക്കെ അറിയാൻ പറ്റില്ല. അത് ഭയങ്കരമായ കൺഫ്യൂഷൻ വരും. അപ്പോൾ ബുക്കും കൂടി നമ്മൾ കയ്യിൽ വച്ചേക്കുമ്പോൾ വായിക്കാനുള്ള ഒരു പരിചയവും കൂടി കിട്ടും. അങ്ങനെ വേണം അതൊന്ന്. ഇനി അടുത്ത് ജാതക വിശകലനം എന്ന് പറഞ്ഞു. അത് നമ്മളിത് കഴിഞ്ഞിട്ടാണ് ജാതക വിശകലനം വേണം. വിശകലനം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എക്സാമ്പിൾസ്. അതിന് വരുന്നത്
ഓരോ ഭാവത്തിനെ കുറിച്ചും ഭാവത്തിൽ പ്രധാന വിഷയം നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത് പോലെ അല്ല. ആ ഭാവത്തിൽ ഓരോ ലഗ്നം പറയുമ്പോൾ ലഗ്ന നവാംശപ തുല്യതനു, ലഗ്നത്തിനെ കുറിച്ച്, ശരീരാവയവത്തിനെ കുറിച്ച് എങ്ങനെ ചിന്തിക്കാം, ആളിൻ്റെ ശരീരപുഷ്ടി എങ്ങനെ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കാര്യം. രണ്ടാം ഭാവം വരുമ്പോൾ എല്ലാം ഓരോന്നും എങ്ങനെ ചിന്തിക്കാമെന്നുള്ള ഒരു നോട്ടും തന്നിട്ട് അതിന് എക്സാമ്പിൾ ഇട്ട് പ്രൂവ് ചെയ്യും. എക്സാമ്പിളും പരമാവധി ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള എക്സാമ്പിൾസാണ്. ഇതിന് മുമ്പ് ബുക്കുകളിലുള്ളതൊക്കെ എടുത്തുകൊണ്ടിരുന്നു. അതിൽ ബുക്കുകളിലുള്ള നല്ലതും എടുക്കും. നല്ല ചില കേസുകൾ ബുക്കുകളിൽ പബ്ലിഷ് ചെയ്യുന്ന ബുക്കുകളിൽ നല്ല കേസുകളുള്ളതുണ്ട് എങ്കിൽ അതെടുക്കും. അല്ലെങ്കിൽ എൻ്റെ കൈവശമുള്ളത്, എൻ്റെ കയ്യിൽ വരുന്ന എനിക്കറിയപ്പെട്ട കേസുകൾ എടുത്ത് വിശകലനം. അത് 12 ഭാവവും പറയും. അതിനകത്ത് വിദേശയാത്ര വരും, ഹയർ എഡ്യൂക്കേഷൻ വരും, എഡ്യൂക്കേഷൻ വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് യോഗകാരകത്വം, അതാണ് ഏറ്റവും പ്രധാനം. പാപചിന്ത, ശരിക്കും പറഞ്ഞാൽ പാപചിന്തയൊക്കെ അതിനകത്ത് ക്ലിയർ ആയിട്ട് വരും. യോഗകാരകത്വം, ഒരു ഗ്രഹം യോഗകാരകനാകുന്നതെങ്ങനെ. നമ്മൾ സാധാരണയായിട്ട് പഠിക്കുമ്പോൾ സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ നിന്നാൽ ഗുഡ് എന്ന് പറയും. അങ്ങനെയൊന്നുമല്ല. ഇവർ തമ്മിലൊരു കോമ്പിനേഷനുണ്ട്, ഗ്രഹങ്ങൾ തമ്മിലൊരു ബന്ധങ്ങളുണ്ട്. ആ ബന്ധമാണ് ഏറ്റവും പ്രധാനം. നമ്മൾ വലിയ വലിയ ആൾക്കാരുടെ, ഇപ്പോൾ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, വലിയ സയൻറ്റിസ്റ്റുമാർ, പിന്നെ ഹയർ എഡ്യൂക്കേഷനുള്ളവർ, പിന്നെ വലിയ ആത്മീയ നേതാക്കന്മാർ, ഇവരുടെയൊക്കെ ജാതകം നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഗ്രഹങ്ങൾക്ക് സ്വക്ഷേത്രവും കാണില്ല, ഉച്ചവും കാണില്ല, മൂലത്രികോണവും കാണില്ല. ഇവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അതൊക്കെ നോക്കി മനസ്സിലാക്കി. ഇപ്പം നമ്മൾ മാഡം ക്യൂറിയുടെ ജാതകം എടുക്കുക, KPS മേനോൻ്റെ ജാതകം എടുക്കുക, അതൊക്കെ ഒരു പ്രത്യേക ജാതകങ്ങളാണ്. മാതാ അമൃതാനന്ദമയിയുടെ ജാതകം എടുക്കുക. ഇങ്ങനെയൊക്കെ കുറേ എണ്ണം നമുക്ക് വേണം. അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ, നെഹ്റുജിയുടെ, ഇവരുടെയൊക്കെ ജാതകങ്ങൾ എടുക്കുമ്പോൾ മനസ്സിലാവും അതിനകത്ത് എങ്ങനെയാണെന്ന്. അതങ്ങനെ കുറേ പഠിക്കും. അതാണ് ജാതക വിശകലനം. അത് വളരെ ഉപയോഗമുള്ള ഒരു ക്ലാസ് എന്നാണ് നമുക്ക് തോന്നുന്നത്. എടുത്തു കഴിഞ്ഞാൽ ജാതകം എങ്ങനെ ചിന്തിക്കാം എന്നുള്ള മനസ്സിലാകും. പിന്നെ വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പൊരുത്തമാണ്. പൊരുത്തം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് 10ന് 10 പൊരുത്തം. രാശിപ്പൊരുത്തം, രാശ്യാധിപൻ, വശ്യം, ഗണം, യോനി, ദിനം, മാഹേന്ദ്രം, സ്ത്രീദീർഘം, രജ്ജു, വേദം. പിന്നെ പാപസാമ്യം, പാപത്വം എണ്ണുന്നത്, ദശാസന്ധി ഉണ്ടോ എന്ന് നോക്കുന്നത്. ഇതിന് നമ്മൾ ജ്യോത്സ്യരൊന്നും വേണ്ട, സോഫ്റ്റ്വെയർ മാത്രം മതി. ഡാറ്റാപ്പുറത്തും ടൈമാപ്പുറത്തും കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായി കിട്ടും. അതല്ല, അത് നിങ്ങൾ ഇതിനു മുമ്പ് ക്ലാസ് കഴിഞ്ഞവരോട് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടാൽ മതി. നമ്മൾ ചെയ്യുന്നത് ജാതകങ്ങൾ തമ്മിൽ പരിശോധിച്ച്, അതായത് 7ാം ഭാവം, 7ാം ഭാവപതി, വിവാഹകാരകനും ഭാര്യാകാരകനുമായ ശുക്രൻ, ഭർത്തൃകാരകനായ വ്യാഴം, സ്ത്രീജാതകത്തിൽ ചൊവ്വയും ചന്ദ്രനും വ്യാഴവും, പുരുഷജാതകത്തിൽ ശുക്രനും സൂര്യനും വ്യാഴവും, ഇവർക്കുണ്ടാകുന്ന പാപബന്ധം, ബലക്കുറവ്, ബല കൂടുതൽ, ഇതിനെയെല്ലാം താരതമ്യം ചെയ്യാൻ ഹോരാശാസ്ത്രത്തിലും ജാതകാദേശത്തിലും പ്രശ്നമാർഗത്തിലുമൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ അവിടെ നിങ്ങൾക്കറിയാൻ കഴിയില്ല ഇത് എവിടെ കിടക്കണോ, എങ്ങനെ എടുക്കണമെന്ന്. ഇതെല്ലാം എടുത്ത് നമ്മൾ അതിൻ്റെ വഴി ആ വണ്ണം പഠിപ്പിക്കുന്നതാണ് ഈ ക്ലാസ്. കാരണം ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ ഒരു കാര്യം. ഹോരാശാസ്ത്രം അങ്ങനെയാണ്, പഴയ കാലത്ത് എഴുതപ്പെട്ട ഗ്രന്ഥമാണ്. ഒരു ശ്ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയും. ഒരു കാര്യം സന്താനത്തിനെ കുറിച്ചായിരിക്കും, ഒരു കാര്യം വിവാഹ പൊരുത്തത്തിനെ കുറിച്ചായിരിക്കും, ഒരു കാര്യം ആളിൻ്റെ ഷേപ്പിനെ കുറിച്ചാണ്. ഇപ്പം ഹോരാശാസ്ത്രത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇടവത്തിൻ്റെ രാശിശീലമായ കാന്ത, കേലഗതി, പൃഥൂരുവദന, പൃഷ്ടാസ്യ, പാർശ്വങ്കിത, ക്ലേശസഖ എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ പല കാര്യവും അതിനകത്ത് വരും. ക്രൂരേ അഷ്ടമേ വിധനവത ദിനേശരാംശ യസ്യ സ്തുതോ യസി തസ്യ സമയ പ്രതിഷ്ഠ എന്നൊക്കെ പറഞ്ഞിട്ട് വിവാഹ പൊരുത്തത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് അതിൻ്റെ ലാസ്റ്റ് ലൈനിൽ പറയും കന്യ അടി ഗോഹരിഷ അല്പസുതമെന്തോ. കന്നി, വൃശ്ചികം, ചിങ്ങം, ഇടവം ഇത്രയും അല്പപുത്ര രാശികളാണെന്ന് പറയും. തുടക്കം 3 ലൈനും പറയുന്നത് എന്തോന്ന് ചോദിച്ചാൽ പൊരുത്ത വിഷയത്തിനെ കുറിച്ചാണ് വരുന്നത്. അവസാനത്തെ വരി പറയുന്ന സന്താനത്തിൻ്റെത്. അപ്പോഴത് നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല. നമ്മൾ പറയുമ്പോൾ ഏത് ശ്ലോകത്തിൽ എത്രാമത്തെ ലൈൻ, എത്രാമത്തെ ചാപ്റ്റർ എന്ന് എടുത്ത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അതിനെ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയാണ് പറഞ്ഞു പോകുന്നത്.
ഏതൊരു കാര്യം പറഞ്ഞാലും അത് എവിടെ നിന്ന് കിട്ടി, എത്രാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞേ പോവുള്ളൂ. അതിലേക്കാണ് കോരാശാസ്ത്രം കൂടി വാങ്ങിച്ച് കയ്യിൽ വെച്ചേക്കാൻ പറയുന്നത്. നിങ്ങളെ ബോധ്യപ്പെടുത്തിയേ പറഞ്ഞു തരുള്ളൂ. അല്ലാതെ ചുമ്മാ എന്തെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്ന പരിപാടികളൊന്നും നമ്മുടെ സ്ഥാപനത്തിനും ഇല്ല. അങ്ങനെ പറഞ്ഞ് പിന്നെ വേറെ കാര്യമുണ്ട്. ദശകൾ നോക്കുന്നത് ഒരേ സമയം രണ്ടുപേർക്കും ദോഷ സമയം വരാതെയും, പിന്നെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്ന വിവാഹപ്പൊരുത്തത്തിൽ സമയദോഷങ്ങൾ ഒരുമിച്ച് വരാതിരിക്കുക. സമയദോഷം എന്ന് വെച്ചാൽ 6-8-12 ദശാകാലങ്ങൾ ഒരുമിച്ച് വരരുത്. 6-8-12 നിൽക്കുന്ന ഗ്രഹങ്ങൾ, ലഗ്നാധിപന്റെ ശത്രുവിൻ്റെ ദശകൾ ഒരുമിച്ച് വരരുത്. രണ്ടുപേരുടെയും ദശകൾ തമ്മിൽ നടക്കുന്നത് നാഥന്മാർ ശത്രുക്കളാകരുത്. പാപഗ്രഹങ്ങളുടെ ദശകൾ ഒരുമിച്ച് നടക്കരുത്. അനിഷ്ടഗ്രഹങ്ങളുടെ ദശകൾ ഒരുമിച്ച് നടക്കരുത്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഇതെല്ലാം കൂടി കോർത്തിണക്കി പറയുക. പിന്നെ ഒരു കാര്യം കൂടെ സൈലൻ്റായിട്ട് പറയാനുണ്ട്. വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ പിതൃകർമ്മം ചെയ്യാൻ തനിക്കൊരു അനന്തരാവകാശി വേണം എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ദി സോൾ ഓഫ് എ പേഴ്സൺ ഡസ് നോട്ട് റെസ്റ്റ് ഇൻ പീസ് ഇഫ് ഹി ആർ ഷീ ഈസ് നോട്ട് ബ്ലെസ്ഡ് വിത്ത് എ സൺ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് മുക്തി കിട്ടൂല എന്നൊരു സന്താനമില്ലെങ്കിൽ. അപ്പോൾ സന്താന വിഷയം നോക്കിയേ പറ്റുള്ളൂ. ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാന കാരണം ഇന്നത്തെ പുതിയ ആഹാര രീതിയും പുതിയ ടെൻഷനും ഒക്കെ വരുമ്പോൾ സന്താനത്തിനെ ബാധിക്കുന്ന ഒരുപാട് ദമ്പതികളുണ്ട്. അതും കൂടി നോക്കണം. അതാണ് ഏറ്റവും പ്രധാന വിഷയം. അതാരും നോക്കാറില്ല. ആ വക വിഷയവും കൂടി ചേർത്ത് പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ് വിവാഹ പൊരുത്തം. അല്ലാതെ നമ്മുടെ നോക്കുന്നത് നക്ഷത്രപ്പൊരുത്തം നോക്കുന്നതല്ല. ഈ ദശാസന്ധി എന്ന് പറഞ്ഞാൽ ദശാസന്ധിയല്ല, ദശാക്രമം. മോശപ്പെട്ട ദശകൾ ഒരുമിച്ച് വരരുത്. ദശാസന്ധി എന്ന് പറയുമ്പോൾ ദശയുടെ സന്ധി സമയത്താണ് നമുക്ക് ഓരോരോ അപകടം നടക്കുന്നതില്ലല്ലോ. എങ്കിൽ പിന്നെ സന്ധി മാത്രം നോക്കിയാൽ മതി. അങ്ങനെയല്ല, അതെല്ലാം കൂടി നോക്കിയെടുത്ത് പറയുന്ന ക്ലാസ്സാണ് പൊരുത്ത വിഷയം. പൊരുത്തം എല്ലാവരും നന്നായി അറിഞ്ഞിരിക്കണം. ജ്യോതിഷം പഠിക്കണം. പൊരുത്തവും മുഹൂർത്തവുമാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇന്ന് കണ്ടുവരുന്നത്. അതൊന്നുമല്ല, ജാതകം നോക്കാൻ പഠിക്കണം. ഹോരാശാസ്ത്രമൊക്കെ കുറെ അറിഞ്ഞിരിക്കണം. അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ക്ലാസ്സാണ് മുഹൂർത്തത്തിൻ്റെ ഈ പൊരുത്തത്തിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വക കാര്യങ്ങളാണ് നമ്മുടെ ബാച്ചിൽ വരുന്നത്. ഇനി ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ, ഞാനിപ്പോൾ ക്ലാസ്സിൻ്റെ കാര്യത്തിന് ഒന്നും പറഞ്ഞില്ല, ബാക്കി ക്ലാസ്സിൽ വരുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്തായിട്ട് പിന്നെ വാസ്തുശാസ്ത്രം പഠിപ്പിക്കുന്ന അധ്യാപകനായ കേശവദാസ് സാറ് നിങ്ങളോട് സംസാരിക്കും. സാറിന്റെ മൈക്ക് ഓഫാണ്, ഒന്ന് ഓണാക്കണേ മൈക്ക്. ഓക്കെ, കേൾക്കാമല്ലോ അല്ലേ? ഹലോ, കേൾക്കാമല്ലോ? ഓക്കെ. ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാല നടത്തുന്ന കോഴ്സ്, വാസ്തുശാസ്ത്ര കോഴ്സുമായി ബന്ധപ്പെട്ട 3 കോഴ്സുകളാണ് ഇവിടെ നടക്കുന്നത്. ഈ ഒന്നാമത്തത് ഡിപ്ലോമ കോഴ്സ്, ഡിപ്ലോമ ഇൻ വാസ്തുശാസ്ത്രം. അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ വാസ്തുശാസ്ത്രം. മൂന്നാമത് വാസ്തു ആചാര്യ കോഴ്സ്. ഇങ്ങനെ 3 കോഴ്സുകളാണ്. ഈ 3 കോഴ്സുകളും എടുക്കുന്ന അധ്യാപകൻ എന്നുള്ള നിലയിൽ ഇതിനെപ്പറ്റി ഒന്ന് ചുരുക്കി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം എന്ന് വിചാരിക്കുകയാണ്. ഇതിൽ ഡിപ്ലോമ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പൂർണ്ണമായിട്ടും തിയറി ഓറിയൻറ്റഡ് ആണ്. അതിൻ്റെ വാസ്തുശാസ്ത്രത്തിൻ്റെ തിയറിക്കാണ് അതിൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, ഒരു കെട്ടിടത്തിൻ്റെ ഈ മുകളിൽ കാണുന്ന ഭാഗം, അത് ബേസ്മെൻറ്റും അതിൻ്റെ ഭിത്തിയും അതിൻ്റെ മേൽക്കൂരയും ഒക്കെ എത്ര സ്ട്രോങ് ആയിട്ട് വച്ചാലും അതിൻ്റെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അസ്ഥിവാരം, മലയാളത്തിൽ അസ്ഥിവാരം, ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അസ്ഥിവാരം ബലമുള്ളതല്ലെങ്കിൽ ആ കെട്ടിടം അധികം നാൾ നിൽക്കില്ല. നമുക്കെല്ലാം അറിയാം. കാരണം ഫൗണ്ടേഷൻ്റെ ബലം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുപോലെ വാസ്തുശാസ്ത്രത്തിലെ ഒരു ഫൗണ്ടേഷൻ കോഴ്സാണ് ഇതിൻ്റെ ഡിപ്ലോമ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്ലോമ കോഴ്സ് അതുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും നമുക്ക് ആ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയില്ലെങ്കിൽ
മറ്റു കാര്യങ്ങൾ പഠിക്കാനും പ്രയാസമായിരിക്കും, പഠിക്കുന്നത് ഉൾക്കൊള്ളാനും അത് പ്രാക്ടീസ് ചെയ്യാനും പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വാസ്തുശാസ്ത്രത്തെ പറ്റി ആദ്യമായി പഠിക്കുന്നവർ, നേരത്തെ ഒന്നും പഠിച്ചിട്ടില്ലാത്ത വാസ്തുശാസ്ത്രത്തിലെ ബിഗിനേഴ്സ് ആയിട്ടുള്ള തുടക്കക്കാരായിട്ടുള്ളവർ ഡിപ്ലോമ കോഴ്സ് തന്നെ പഠിക്കുക. അത് ഒരു 7 മാസത്തെ കോഴ്സാണ്. ആഴ്ചയിൽ ഒരു ദിവസം ഒരു 1.5 മണിക്കൂർ സമയമാണ് ഒരു ക്ലാസ്. അങ്ങനെ ഒരു 7 മാസം കൊണ്ട് തീരുന്നൊരു കോഴ്സാണ് വാസ്തുശാസ്ത്ര ഡിപ്ലോമ കോഴ്സ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വാസ്തുശാസ്ത്രത്തിൻ്റെ ഫൗണ്ടേഷൻ ഉറപ്പിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് കൂടുതൽ പ്രാക്ടിക്കലായിട്ടുള്ള ഭാഗത്തേക്ക് കുറച്ചൊക്കെ ഉണ്ടെങ്കിലും കൂടുതലായിട്ട് പോകുന്നില്ല. തിയറി നമ്മൾ ഉറയ്ക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വീട്, അത് പുതുതായിട്ട് വയ്ക്കുന്ന വീടാകാം, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള വീടാകാം. ആ വീടിൻ്റെ ഇപ്പോൾ വരവ്, ആയം, വ്യയം, യോനി, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ശരിക്കും ആയാദി ഷഡ്വർഗ്ഗങ്ങൾ, ആയുസ്, പക്ഷാന്തരവയം, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എന്താണ്, ഈ ഓരോന്നും എന്താണ്, അത് എങ്ങനെ കണ്ടുപിടിക്കാം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ബേസിക്കായിട്ട് ശരിയായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഈ ആദ്യത്തെ ഡിപ്ലോമ കോഴ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വീട്ടിൽ ആയത്തേക്കാൾ വ്യയം കൂടുതലാണെങ്കിൽ ആയവും വ്യയവും നമുക്ക് വീടിൻ്റെ ചുറ്റളവിൽ നിന്ന്, ആ വീടിൻ്റെ ചുറ്റളവിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം ആയവും വ്യയവും. അങ്ങനെ ആയവും വ്യയവും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആയത്തേക്കാൾ വ്യയം കുറവായിരിക്കണം. ആയം എന്ന് പറഞ്ഞാൽ നമ്മുടെ വരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, വ്യയം എന്ന് പറഞ്ഞാൽ ചെലവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സ്വാഭാവികമായി നമുക്കറിയാം വരവിനേക്കാൾ ചെലവ് കുറഞ്ഞിരിക്കണം. വരവിനേക്കാൾ ചെലവ് കൂടിയാൽ അവിടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ആയം, വ്യയം ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം. അതുപോലെ യോനി, നക്ഷത്രം, വാരം, തിഥി, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ആയുസ്, പക്ഷാന്തരവയം, ഇതെല്ലാം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നമുക്ക് ഈ ബേസിക് കോഴ്സ് തന്നെ പഠിക്കണം. അപ്പോൾ അത് മനസ്സിലാക്കി ഒരു ബാക്ക്ഗ്രൗണ്ട് ഇടുക എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഇനിയും വേറെ കുറേ കാര്യങ്ങളുണ്ട്. മാനനിർണ്ണയം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മളൊക്കെ ഒരു മനുഷ്യൻ്റെ ശരിക്കുള്ള ഉത്തമമായ നമ്മളുടെ കൈയിൻ്റെ നീളവും പൊക്കവും ഒക്കെ തമ്മിലുള്ള അനുപാതമുണ്ട്. ഒരു ഉത്തമ പുരുഷൻ്റെ അളവുകൾ എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട്. അത് നമുക്ക് തന്നെ സ്വയം നമുക്ക് പരിശോധിക്കാം, നമ്മളൊരു ഉത്തമ പുരുഷനാണോ. ഉത്തമ പുരുഷൻ എന്ന് പറയുന്നത് സ്വഭാവത്തിലല്ല, ശാരീരികമായ കാര്യങ്ങളിൽ നമ്മളുടെ കൈയിൻ്റെ നീളം, കാലിൻ്റെ നീളം, ഇതെല്ലാം വെച്ചിട്ട് ശാരീരികമായി അല്ലെങ്കിൽ ഫിസിക്കലായി നമ്മളൊരു ഉത്തമം ആണോ അല്ലയോ നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ളതൊക്കെ മാനനിർണ്ണയം എന്നുള്ള ചാപ്റ്ററിൽ അതൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് ഈ ഡിപ്ലോമ കോഴ്സിൽ പഠിക്കണം. അപ്പോൾ ഈ ഡിപ്ലോമ കോഴ്സ് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നല്ലൊരു ഒരു ഫൗണ്ടേഷൻ, ഈ ബേസിക് വാസ്തുശാസ്ത്രത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നതാണ്. കാരണം ഫൗണ്ടേഷൻ ഇല്ലാതെ മുകളിലോട്ട് പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഈ കൂട്ടത്തിൽ നല്ലൊരു ബേസിക് ആയിട്ടുള്ള നോളജ് ഇല്ലാത്തവർ, അതായത് ഈ വാസ്തുശാസ്ത്രത്തിൽ ആദ്യമായിട്ട് മനസ്സിലാക്കാൻ വരുന്നവർ ഡിപ്ലോമ കോഴ്സ് തന്നെ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് പോയാൽ മതി. ഇനി കുറച്ച് ഗ്രാഹ്യമുള്ളവർ മറ്റേതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിലോ അതുപോലെയൊക്കെ പഠിച്ച് വാസ്തുശാസ്ത്രത്തിനെ കുറിച്ച് കുറച്ച് ഗ്രാഹ്യമുള്ളവർക്ക് 1 സെക്കൻഡ് പ്ലീസ്. ഇത് ഞാനൊരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഓക്കെ, സോറി. അപ്പം നമ്മൾ വാസ്തുശാസ്ത്രത്തിലെ അതാണ് ബേസിക് കോഴ്സിലാണ് അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സിലാണ് ഈ ഒരു ഫൗണ്ടേഷൻ ഇടുന്നത്. ആ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് അടുത്ത നമ്മൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് വരുമ്പം കൂടുതലും അവിടെ തിയറി ഉണ്ടെങ്കിലും തിയറിക്കല്ല അവിടെ പ്രാധാന്യം, പ്രാക്ടിക്കൽ സൈഡിലാണ് പ്രാധാന്യം. പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഈ തിയറിയിൽ പഠിച്ച കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം, അത് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൽ ഏറ്റവും പൂർണ്ണമായിട്ടുള്ളത്. ഈ നമ്മൾ ബേസിക്കിൽ പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ബേസിക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ഡിപ്ലോമ കോഴ്സിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിലും നമുക്ക് പഠിക്കണം. പക്ഷെ അതിൻ്റെ പ്രാക്ടിക്കലായിട്ട് അതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. ഈ തിയറി മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല, ആ തിയറി എങ്ങനെ അപ്ലൈ ചെയ്യാം, അതാണ് ഈ പ്രാക്ടിക്കലി വരുന്നത്. ആ ആപ്ലിക്കേഷനാണ് കൂടുതലായിട്ടും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് വരുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ കോഴ്സാണ് വാസ്തു ആചാര്യ കോഴ്സ്. വാസ്തു ആചാര്യ കോഴ്സിൽ അതും ഏതാണ്ട് 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ്. അതിനകത്ത് തിയറി അറിയാവുന്നവർക്കാണ്, അതായത് തിയറി ശരിക്കും ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ തിയറി നല്ലപോലെ അറിയാവുന്നവർക്ക് വേണ്ടിയുള്ള ഒരു കോഴ്സാണ് വാസ്തു ആചാര്യ കോഴ്സ്. അതിൽ നമുക്ക് ഈ പഠിക്കുന്നത് കൂടാതെ ഇത് അപ്ലൈ ചെയ്യുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിലുള്ള കാര്യങ്ങൾ കൂടാതെ ആക്ച്വലായിട്ട് നമുക്ക് സൈറ്റ് വിസിറ്റ് ചെയ്ത്, ഇപ്പോൾ ഒരു ഞാൻ തന്നെ പോകുന്നിടത്തൊക്കെ നമ്മൾ
ഓരോ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഒരു കറക്ഷൻസ് പരിഹാരങ്ങൾ, പല പരിഹാരങ്ങളുണ്ട് വാസ്തുശാസ്ത്രത്തിൽ. അപ്പോൾ ഈ പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണം രത്നങ്ങൾ കൊണ്ടുള്ള രത്നപരിഹാരം, അതുപോലെ പിരമിഡുകൾ കൊണ്ടുള്ള പിരമിഡ് പരിഹാരം. പിരമിഡ് പരിഹാരം ഞാൻ പറഞ്ഞു ശരിക്കും നമ്മുടെ ഭാരതീയ വാസ്തുശാസ്ത്രത്തിൽ ഇല്ല. ഭാരതീയ വാസ്തുശാസ്ത്രത്തിൽ പിരമിഡ് കൊണ്ടുള്ള പരിഹാരം ഒന്നും ഇല്ല. പക്ഷെ അതേസമയം ചൈനീസ് വാസ്തുശാസ്ത്രമായ ഫെങ്ഷുയി, അതുപോലെ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് വാസ്തു, സംയോജിത വാസ്തുശാസ്ത്രം, അതിൽ ഈ പിരമിഡിനെ പറ്റിയൊക്കെ വളരെ കൂടുതലായിട്ട് പറയുന്നുണ്ട്. പിരമിഡ് വാസ്തു എന്നൊരു സബ്ജക്റ്റ് തന്നെയുണ്ട്, ഒരു പ്രത്യേക ഭാഗം തന്നെയുണ്ട്. അപ്പോൾ ഈ പിരമിഡ് വാസ്തു നമ്മൾ എങ്ങനെയാണ് ഈ പിരമിഡുകൾ, നമ്മൾ വെറുതെ തിയറി പഠിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പിരമിഡ് ഇങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിൻ എന്താണ് അത് മാത്രം അറിഞ്ഞുകൊണ്ട് കാര്യമായില്ല. ഒറിജിൻ തന്നെ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു, ഭാരതീയ വാസ്തുശാസ്ത്രത്തിൽ പിരമിഡുകൾ എന്നുള്ളൊരു ഭാഗം ഇല്ല. ഇത് ശരിക്കും ജർമ്മൻ ടെക്നോളജിയാണ്. ഈ വാസ്തുശാസ്ത്രത്തെ പറ്റി കൂടുതലായിട്ട് പിന്നെ ഇത് റിസർച്ച് ചെയ്യുന്നവർ അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതലായിട്ട് ഉള്ള റിസർച്ചുകളൊക്കെ നടത്തുന്നത് കൂടുതലും ജർമ്മനിയിലാണ്. നമ്മുടെ ഇവിടുത്തെ പഴയ വളരെ പുസ്തകങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ പബ്ലിക് ലൈബ്രറിയിലൊക്കെ ഉണ്ടായിരുന്ന വളരെ പുരാതന ഗ്രന്ഥങ്ങളൊക്കെ ഇപ്പോൾ പലതും കാണാനില്ല. അപ്പോൾ അതിനെപ്പറ്റി അറിയുന്നത് നമ്മൾ കേട്ടറിവാണ്. പക്ഷേ അതൊക്കെ ഇപ്പോൾ അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ പലതും ഇപ്പോൾ ജർമ്മൻകാരുടെ ഇരിക്കുകയാണെന്നാണ്. അവരെ അത് ജർമ്മൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അവരിത് അവിടെ കൂടുതൽ പ്രയോഗിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവരെ ഇതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്തു. നമ്മൾ ഇവിടെ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് റിസർച്ച് ഈ വാസ്തുശാസ്ത്രത്തിൽ ജർമ്മനി നടക്കുന്നുണ്ട്. അങ്ങനെ ജർമ്മനിയിൽ വാസ്തുശാസ്ത്രത്തെ പറ്റി റിസർച്ച് ചെയ്ത് അവരൊരുപാട് അങ്ങനെ അവരാണ് വാസ്തുശാസ്ത്രപരമായ ദോഷങ്ങൾക്ക് അല്ലെങ്കിൽ വാസ്തുദോഷങ്ങൾക്ക് പിരമിഡുകൾ ഉപയോഗിച്ച് ദോഷപരിഹാരം ചെയ്യാൻ വളരെ എഫക്റ്റീവാണ്. പിരമിഡുകൾ വളരെ എഫക്റ്റീവായിട്ട് ദോഷപരിഹാരത്തിന് ഉപയോഗിക്കാം എന്ന ആ ഒരു തിയറി അല്ലെങ്കിൽ കൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ജർമ്മൻകാരാണ്. അതുകൊണ്ട് തന്നെ ജർമ്മൻ ടെക്നോളജി എന്നും പറയുന്നുണ്ട്. ഈ പിരമിഡ് എന്ന് പറഞ്ഞാൽ ജർമ്മൻ ടെക്നോളജിയാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ പിരമിഡുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, അപ്പോൾ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതൊക്കെ ഈ പിരമിഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഈ അഡ്വാൻസ് കോഴ്സിൽ, അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിലും അതുപോലെ തന്നെ ഇത് ശരിക്കും പിരമിഡ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പഠിക്കുകയുള്ളൂ. അതെങ്ങനെ ഉപയോഗിക്കുന്നത് നേരിട്ട് കാണുന്നത് വാസ്തു ആചാര്യ കോഴ്സിലാണ്. അപ്പോൾ ഇത് ഈ പിരമിഡ് കറക്ഷൻസ്, രത്ന കറക്ഷനൊക്കെ ഉള്ളിടത്ത് നമുക്ക് പോയി. രത്ന കറക്ഷൻ എന്ന് പറഞ്ഞത് വളരെ, അതായത് നമ്മുടെ പ്രാചീന ഗ്രന്ഥങ്ങളായിട്ടുള്ള മയമതം, മാനസാര തുടങ്ങിയ പ്രാചീന ഗ്രന്ഥങ്ങളിൽ ഈ രത്നസ്ഥാപനത്തെ പറ്റി വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഏതൊക്കെ രത്നങ്ങൾ എവിടെയൊക്കെ വേണം, എത്ര തൂക്കത്തിലുള്ള രത്നം വേണം, ഇതൊക്കെ വളരെ വിശദമായിട്ട് മയമതം, മാനസാര തുടങ്ങിയ വാസ്തുശാസ്ത്രത്തിലെ പൗരാണിക ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അതനുസരിച്ച് ആ രത്നസ്ഥാപനം അല്ലെങ്കിൽ രത്നാധ്യായം അല്ലെങ്കിൽ രത്ന കറക്ഷൻ ഇതൊക്കെ ഒന്ന് തന്നെയാണ്. രത്ന കറക്ഷനിൽ രത്നപരിഹാരം എന്ന് മലയാളത്തിൽ പറയാം, രത്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പരിഹാരം. അത് ഏതാണ്ട് പൂർണ്ണമായും ഭാരതീയ വാസ്തുശാസ്ത്ര പ്രകാരമുള്ളതാണ്. ഭാരതീയ വാസ്തുശാസ്ത്രമുള്ളതാണ് രത്നപരിഹാരം. പക്ഷേ ഈ പറഞ്ഞതുപോലെ പിരമിഡ് പരിഹാരം എന്ന് പറയുന്നത് ഭാരതീയ വാസ്തുശാസ്ത്രത്തിലില്ല, അത് ജർമ്മൻ ടെക്നോളജിയാണ്. അതുപോലെ തന്നെ ചില അമേരിക്കയിലും ചില റിസർച്ചൊക്കെ നടക്കുന്നുണ്ട്, ജർമ്മനിയിൽ അത്രയും ഇല്ലെങ്കിലും. പക്ഷേ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് ഉദാഹരണത്തിന് പിന്നെ ചില ഹാർമോണീസ് അങ്ങനെയുള്ള ചില ഉപകരണങ്ങൾ അമേരിക്കയിൽ നിന്ന് വരുത്തി ചെയ്യാവുന്നതുണ്ട്. പക്ഷെ അതൊക്കെ കുറച്ച് വില കൂടുതലുള്ളതാണ്. പക്ഷെ അതിനെപ്പറ്റിയൊക്കെ കംപ്ലീറ്റ് നമ്മളിവിടെ ഉണ്ട്. ഇത് കൂടാതെ തന്നെ ഭാരതീയ വാസ്തുശാസ്ത്രം കൂടാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചൈനീസ് ഫെങ്ഷുയി എന്ന് പറയുന്നത് ചൈനീസ് വാസ്തുശാസ്ത്രം. പക്ഷെ അത് ഈ ഫെങ്ഷുയിയും ഭാരതീയ വാസ്തുവും തമ്മിലുള്ള ഒരു താരതമ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഭാരതീയ വാസ്തുശാസ്ത്രം പ്രകാരമുള്ള പരിഹാരങ്ങൾ, ഭാരതീയ വാസ്തുശാസ്ത്ര പ്രകാരമുള്ള വാസ്തുദോഷ പരിഹാരങ്ങൾ നമ്മൾ ചെയ്താൽ അതിൻ്റെ പരിഹാരത്തിൻ്റെ എഫക്റ്റ് കാണാം. നമുക്ക് എപ്പോഴും ഒരു പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ പരിഹാരം ചെയ്യുക എന്നുള്ളതല്ല പ്രധാനം, ആ പരിഹാരം എഫക്റ്റീവാണ്, അതുകൊണ്ട് ഗുണമുണ്ടാകണം. നമുക്ക് ഏതെങ്കിലും ഒരു വീട്ടിലൊരു ദോഷമുണ്ടെങ്കിൽ ആ ദോഷത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്താൽ ആ പരിഹാരം കൊണ്ട് ആ ദോഷത്തിന് ഗുണമുണ്ടാകണം, എന്നാലേ നമുക്ക് അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ ആ പരിഹാരങ്ങൾക്കുള്ള പ്രയോജനങ്ങൾ ഈ ഫെങ്ഷി പ്രകാരമുള്ള പരിഹാരങ്ങളാണ്. ഒന്ന്, ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഫെങ്ഷുയി പ്രകാരമുള്ള പരിഹാരങ്ങൾക്ക് എക്സ്പെൻസ് കുറവാണ്, ചിലവ് കുറവാണ്. നമ്മുടെ ഭാരതീയ വാസ്തുശാസ്ത്ര പ്രകാരമുള്ള പരിഹാരങ്ങളെ അപേക്ഷിച്ച് ഈ ചൈനീസ് വാസ്തുശാസ്ത്രം അല്ലെങ്കിൽ ഫെങ്ഷുയി പ്രകാരമുള്ള ഇതിന് ചിലവ് കുറവാണ്. ചിലവ് കുറവാണെങ്കിൽ പക്ഷേ അതുപോലെ തന്നെ വേറൊരു ദോഷവശവും അതിനുള്ളതുണ്ട്. കാരണം ഭാരതീയ വാസ്തുശാസ്ത്ര പ്രകാരം ഒരു പരിഹാരം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ലോങ് ലാസ്റ്റിംഗ് ആണ്. എത്ര നാൾ കഴിഞ്ഞാലും ആ പരിഹാരത്തിൻ്റെ ആ ഗുണം അവിടെ ഉണ്ടായിരിക്കും. അത് ചെറിയൊരു എഫക്റ്റ് അല്ല, അത് വളരെ വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള എഫക്റ്റാണ്. പക്ഷേ റിസൾട്ട് കിട്ടാൻ താമസമാണ്. ഒരു ദോഷത്തിനൊരു പരിഹാരം ചെയ്താൽ അതിൻ്റെ ഫലം കിട്ടാൻ
ഭാരതീയ വാസ്തുശാസ്ത്രത്തിൽ കുറച്ചുകൂടെ കൂടുതൽ സമയമെടുക്കും. പക്ഷേ ചൈനീസ് ഫെങ്ഷിയിൽ കുറച്ച് പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടും. നമുക്കിപ്പം ഇന്ന് ഒരു പരിഹാരം ചെയ്താൽ ചിലപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ 10-15 ദിവസത്തിനകം തന്നെ ഈ ഫെങ്ഷി പ്രകാരമുള്ള പരിഹാരങ്ങൾ റിസൾട്ട് കിട്ടും. പക്ഷേ ഭാരതീയ വാസ്തുശാസ്ത്രമാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു 6 മാസമെങ്കിലും എടുക്കും അതിൻ്റെ റിസൾട്ട് കിട്ടും. പക്ഷെ ഒരിക്കൽ റിസൾട്ട് കിട്ടിയാൽ ആ റിസൾട്ട് പെർമനൻ്റ് ആയിട്ട് അത് സ്ഥായിയായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഭാരതീയ വാസ്തുശാസ്ത്രത്തിലുള്ള പരിഹാരങ്ങളാണ്. പക്ഷേ ഫെങ്ഷി പരിഹാരം 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസത്തിനകം മിക്കവാറും റിസൾട്ട് കിട്ടുമെങ്കിലും ഭാരതീയ വാസ്തുശാസ്ത്രം പോലെ അത് സ്ഥായിയായി നിൽക്കുന്നില്ല. റിസൾട്ട് കുറേ നാൾ കഴിയുമ്പം അതിൻ്റെ ശക്തി കുറഞ്ഞു വരും, ആ റിസൾട്ട് അല്ലെങ്കിൽ അപ്പോൾ അത് നമ്മൾ രണ്ടും കൂടെ ഉള്ള ഈ ഇൻ്റഗ്രേറ്റഡ് വാസ്തു, ഇത് രണ്ടും കൂടെ ചേരുന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഇൻ്റഗ്രേറ്റഡ് വാസ്തു അല്ലെങ്കിൽ സംയോജിത വാസ്തുശാസ്ത്രം. ഇവിടെ ബേസിക് കോഴ്സിലും നമ്മൾ സംയോജിത വാസ്തുശാസ്ത്രം പഠിക്കുന്നുണ്ട്. അതായത് ഡിപ്ലോമ കോഴ്സിലും സംയോജിത വാസ്തുശാസ്ത്രം പഠിക്കുന്നുണ്ട്. കൂടുതൽ വിശദമായിട്ട് അഡ്വാൻസ് കോഴ്സ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു തിയറി ഓറിയൻറ്റഡ് ആണ് ഡിപ്ലോമ കോഴ്സ്, പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ്. അപ്പോൾ അവിടെ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഈ ഓരോ പിരമിഡുകളും അങ്ങനെയുള്ള ജർമ്മൻ ടെക്നോളജി ഒക്കെ വെച്ച് അതെങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് വരുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കി, ഇത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഇപ്പോൾ ഈ ഇന്നത്തെ കോഴ്സിൽ അറ്റൻഡ് പല നേരത്തെ എൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ള കുറേ പേരൊക്കെ ഇതിനകത്തുണ്ട്, അവർക്ക് എനിക്ക് കൂടുതൽ മനസ്സിലാക്കി. ഇത് നമുക്ക് ഒരു 2-3 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഒന്ന്, നമുക്കുള്ള ഇപ്പം ഞാൻ ഒരു വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വിഷയത്തിലുള്ള ഒരു വിശ്വാസം, എനിക്ക് വിശ്വാസമില്ലാതെ ഞാൻ കുറച്ച് എന്തെങ്കിലും ഒരു സാമ്പത്തിക ഒരു മെച്ചത്തിന് വേണ്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പൂർണ്ണ ഫലം കിട്ടില്ല. കാരണം ആദ്യം ഈ ചെയ്യുന്ന ആൾക്ക് ഇതിലുള്ള വിശ്വാസം വളരെ പ്രധാനമാണ്. രണ്ടാമത്, എവിടെയാണോ നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണോ നമ്മൾ ചെയ്യുന്നത്, അവർക്ക് ഇതിലുള്ള വിശ്വാസം, അവർക്കുള്ള വിശ്വാസം ഇല്ലെങ്കിലും അതിന് ഫലം കുറയും. പക്ഷെ ഏറ്റവും പ്രധാനം ചെയ്യുന്ന ആൾക്ക്, അല്ലെങ്കിൽ ആ വാസ്തു ഒരു സ്ഥപതിയെന്നോ അല്ലെങ്കിൽ ആ വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ആൾക്കുള്ള വിശ്വാസം. 2, ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അവർക്കുള്ള വിശ്വാസം. മൂന്നാമത്, ഈ സബ്ജക്റ്റിൽ ഇത് നമ്മൾ വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത് ഈ വിഷയമായിട്ടുള്ള നമ്മുടെ ആ ഒരു ഡിവൈൻ, ഇതൊരു ഡിവൈൻ സബ്ജക്റ്റാണ്, ഒരു ദൈവീകമായ ഒരു വിഷയമാണെന്നുള്ള ആ ഒരു ബോധം നമ്മുടെ ഉള്ളിലുണ്ടാകണം. കാരണം ഇപ്പം ജ്യോതിഷമാണെങ്കിലും അല്ലെങ്കിൽ വാസ്തുശാസ്ത്രമാണെങ്കിലും ഇതുപോലെ ഭാരതീയ പൗരാണിക ശാസ്ത്രങ്ങളൊക്കെ അതിൽ നമ്മൾ എത്ര പഠിച്ചാലും 100% പഠിച്ചു, 100-ൽ 100 മാർക്കും വാങ്ങിച്ചു, എല്ലാം അവർക്ക് പ്രാക്ടിക്കലായിട്ട് വിജയിക്കണം നിർബന്ധമില്ല. പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഇതിൽ പ്രാക്ടിക്കൽ സൈഡിൽ അല്ലെങ്കിൽ സൈഡ് നമുക്കത് കൂടുതൽ ഫലപ്രദമായിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ ഇത് പ്രയോഗിക്കാൻ സാധിക്കണമെങ്കിൽ നമുക്കൊരു ആ ഒരു ഹയർ ഫോഴ്സുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാകണം. ആ ഹയർ ഫോഴ്സുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ആ കണക്ഷൻ ഉണ്ട്, നമുക്ക് ആർക്കും അതില്ലാതില്ല, എല്ലാവർക്കും ഹയർ ഫോഴ്സുമായിട്ടുള്ള കണക്ഷൻ ഉണ്ട്. പക്ഷെ ആ കണക്ഷനെ പറ്റി നമ്മൾ പലരും ബോധവാന്മാരല്ല. വി ആർ നോട്ട് അവെയർ ഓഫ് ദറ്റ് കണക്ഷൻ. അപ്പോൾ ആ കണക്ഷനെ പറ്റി നമ്മൾ അവെയർ ആവുകയും ആ ഒരു ഹയർ ഫോഴ്സിൻ്റെ ശക്തിയാണ് എന്നുള്ള ആ ഒരു ബോധം ഉണ്ടായാൽ ബാക്കിയെല്ലാം തരം ഉണ്ടായിക്കോളും. പക്ഷെ ആ ഒരു ബോധം നമുക്കുണ്ടാവണം. അതുണ്ടായിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മുടെ ഗുരു, ഇപ്പം ഞാനിപ്പം ഒരു വർഷം നിങ്ങളെ ഡിപ്ലോമ കോഴ്സ് പഠിപ്പിക്കുന്നു, അത് കഴിഞ്ഞ് 1 അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയം ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് പഠിപ്പിക്കുന്നു, അത് കഴിഞ്ഞ് നിങ്ങൾ വാസ്തു ആചാര്യ കോഴ്സ് ചേരുന്നു. ഇതെല്ലാം നിങ്ങൾ നല്ലപോലെ പഠിച്ചൊക്കെ ചെയ്തിരിക്കട്ടെ. ഇതെല്ലാം ചെയ്താൽ അപ്പം ഞാൻ അതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിൽ പറഞ്ഞു തന്ന ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ, പക്ഷെ അതിലും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വയം ആ ഒരു ശക്തി ഹയർ ഫോഴ്സിൽ നിന്ന് കിട്ടും. കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ ഗുരുവിൽ നിന്നാണ്, ആ ഹയർ ഫോഴ്സ്. അപ്പോൾ അതുകൊണ്ട് ആ ഹയർ ഫോഴ്സിലുള്ള വിശ്വാസം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. അത് ഇതുപോലെയുള്ള പൗരാണിക ശാസ്ത്രങ്ങൾ, ജ്യോതിഷമോ അതുപോലെ തന്നെ വാസ്തു, ഏത് ശാസ്ത്രമായാലും അതിന് ആ ഹയർ ഫോഴ്സിലുള്ള വിശ്വാസം വളരെ ആവശ്യമാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. ആ വിശ്വാസം കൂടി നമുക്കുണ്ടാവണം. അതുകൊണ്ട് പ്രത്യേകിച്ചും ഈ വാസ്തു ആചാര്യ കോഴ്സിലൊക്കെ ചേരുമ്പോഴാണ് നിങ്ങൾക്ക് അത് നേരിട്ട് കാണുമ്പോഴാണ് അതെങ്ങനെയാണ് അതിൻ്റെ ഓരോ ചില പൂജാവിധി കർമ്മങ്ങളും ഒക്കെ അതെങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കുമ്പം ആ വിശ്വാസം കൂടുതൽ നിങ്ങളുടെ ഉള്ളിൽ ഉറയ്ക്കാൻ. അപ്പോൾ ഇതുകൊണ്ട് ഈ 3 കോഴ്സും, ഇത് 3ഉം ഒന്നിനൊന്നും മോശമല്ല, ഇത് 3ഉം ഒന്നിനൊന്നും മെച്ചമാണ്. അതായത് ഈ 3 കോഴ്സും മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ധൈര്യമായിട്ട് ഒരു നല്ല ഉറപ്പോടുകൂടി എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോയി പ്രാക്ടീസ് ചെയ്യാം. ഇവിടെ ഭാരതത്തിൽ നിന്ന് മാത്രമല്ല, കാരണം ഇവിടെ നമുക്ക് ഇപ്പം ഭാരതത്തിൽ കേരളത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഈ കേരളത്തിലെ വാസ്തു വിദഗ്ധർ ഫോളോ ചെയ്യുന്ന പുസ്തകം, ഒരു നോക്കുന്ന പുസ്തകം മനുഷ്യാലയ ചന്ദ്രിക എന്നുള്ള പുസ്തകമാണ്. മനുഷ്യാലയ ചന്ദ്രിക എന്നുള്ളത് തിരുമംഗലത്ത് നീലകണ്ഠ മൂസത്ത് അദ്ദേഹമാണ് അത് എഴുതിയത്.
അത് സംസ്കൃതത്തിലാണ് അദ്ദേഹം എഴുതിയത്. ഇപ്പോൾ അതിൻ്റെ മലയാള പരിഭാഷയും ഇംഗ്ലീഷ് പരിഭാഷയൊക്കെ ലഭിക്കുന്നുണ്ട്. ആ പുസ്തകം വളരെ ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ള വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്തൊരു ഫോളോ ചെയ്യുന്ന പുസ്തകം മനുഷ്യാലചന്ദ്രികയാണ്. അതേസമയം നമ്മൾ തമിഴ്നാട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത് മയമതമാണ്. മയമതം ആ ബുക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ആന്ധ്രാപ്രദേശത്തിലോ അല്ലെങ്കിൽ കർണാടകയിലോ ഒക്കെ പോയാൽ മാനസാര, ആ മാനസാര എന്നുള്ള ബുക്ക്, ഇതെല്ലാം സംസ്കൃത പുസ്തകങ്ങളാണ്. എല്ലാത്തിൻ്റെയും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും മലയാളം ട്രാൻസ്ലേഷനും ഉണ്ട്. ഈ മാനസാര എന്നുള്ള പുസ്തകമാണ് ആന്ധ്രാപ്രദേശ് അല്ലെങ്കിൽ കർണാടക ആ ഭാഗത്തൊക്കെ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത്. നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോവുകയാണെങ്കിൽ അത് ബൃഹത്സംഹിത നമുക്കറിയാം. ജ്യോതിഷപരമായ കാര്യങ്ങളൊക്കെ ധാരാളമുണ്ട്. അതിൽ തന്നെ വാസ്തുശാസ്ത്രപരമായ ഒരുപാട് കാര്യങ്ങൾ ബൃഹത്സംഹിതയിൽ പറയുന്നുണ്ട്. അപ്പം നോർത്ത് ഇന്ത്യയിൽ കൂടുതൽ പേരും ഫോളോ ചെയ്യുന്നത് ബൃഹത്സംഹിതയാണ്. അപ്പം അതായത് മനുഷ്യാലചന്ദ്രിക, അതുപോലെ തന്നെ മയമതം, മാനസാര, ബൃഹത്സംഹിത, ഈ 4 പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിച്ചാൽ അത് ആദ്യം ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ അങ്ങ് മനസ്സിലാവുമെന്ന് വിചാരിക്കരുത്. കുറച്ച് നിങ്ങൾ പല പ്രാവശ്യം വായിക്കുമ്പോഴേ നമ്മൾ ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും പുതിയ പുതിയ ഓരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അത്രമാത്രം ആ ഒരു വളരെ വളരെ ഗഹനമായിട്ട് ഓരോ കാര്യങ്ങളെയും പ്രതിപാദിക്കുന്ന പുസ്തകങ്ങളാണ്. ഇതിൻ്റെയൊക്കെ ഒറിജിൻ സംസ്കൃതമാണ്. സംസ്കൃതം അറിയാവുന്നവർക്ക് ഒറിജിനായിട്ട് തന്നെ പഠിക്കാൻ പറ്റും. അല്ല, സംസ്കൃതം ഇല്ലാത്തവർക്ക് തന്നെ ഇതിന് മലയാളം പരിഭാഷയുണ്ട്, ഇംഗ്ലീഷ് പരിഭാഷയുണ്ട്. ഇതിലേത് വേണം നമുക്ക് പഠിക്കാം. പക്ഷേ ഈ പുസ്തകങ്ങൾ ഇപ്പം ഞാൻ ഇതിന് 3 പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകങ്ങളാണ് ഇതിലെ ഡിപ്ലോമ കോഴ്സിന് ഇതെടുക്കുന്നത്. ഞാൻ എഴുതിയ പുസ്തകങ്ങളാണ്. അത് 100% ഡിപ്ലോമ കോഴ്സിന്റെ സിലബസ് ഇത് 3 പുസ്തകങ്ങൾ. അതിന് വോളിയം 1, വോളിയം 2, വോളിയം 3. അത് അതിന് സംയോജിത വാസ്തുശാസ്ത്രം, ഇന്റഗ്രേറ്റഡ് വാസ്തു എന്നാണ് ആ പേരിട്ടേക്കുന്നത്. ഇന്റഗ്രേറ്റഡ് വാസ്തു വോളിയം 1, വോളിയം 2, വോളിയം 3, ഈ 3 പുസ്തകം ഇതിന് ഉൾപ്പെടെയാണ്. നിങ്ങൾക്കുള്ള ഫീസ് എന്ന് പറയുന്നത് ഈ പുസ്തകങ്ങൾ ഉൾപ്പെടെയാണ്. അപ്പം ഈ പുസ്തകങ്ങൾ ഇതിൻ്റെ ഡയറക്ടർ ശ്രീ TP ലാലുമായിട്ട് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങി കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ ഈ വാസ്തുശാസ്ത്ര ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്ക് അവർക്ക് ഇത് അതിൻ്റെ ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് തന്നെ ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ ഈ പുസ്തകങ്ങളിൽ ആ 3 പുസ്തകങ്ങളിലായിട്ട് 3 വോളിയത്തിലായിട്ട് നമ്മളുടെ ഡിപ്ലോമ കോഴ്സിൽ പഠിക്കേണ്ട കംപ്ലീറ്റ് സിലബസും അതിനകത്തുണ്ട്. പക്ഷെ അഡ്വാൻസ് കോഴ്സിലേക്ക് പോകുമ്പോൾ ഈ പുസ്തകങ്ങൾ അതിനകത്ത് കാര്യങ്ങളുണ്ട്. പക്ഷെ അഡ്വാൻസ് കോഴ്സിൽ പോകുമ്പോൾ നമ്മൾ കൂടുതലും മനുഷ്യാലചന്ദ്രിക, ബൃഹത്സംഹിത തുടങ്ങിയ ആ ഗ്രന്ഥങ്ങളാണ് നമുക്ക് കൂടുതലും വരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് ഓരോ ദോഷങ്ങളും പരിഹരിക്കുന്നത്, എന്തൊക്കെ വേണമെന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ദോഷപരിഹാരങ്ങളാണ് അവിടെ ഏറ്റവും പ്രധാനം. ആ ദോഷപരിഹാരത്തിന് ഉപയോഗിക്കുന്ന ടൂൾസ്, അതായത് പോസിറ്റീവ് എനർജി ടൂൾസ് എന്ന് പറയും. പിന്നെ അനുകൂല ഊർജ ഉപകരണങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. പോസിറ്റീവ് എനർജി ടൂൾസ് ഇംഗ്ലീഷിൽ പറയും. ധാരാളം ഈ ടൂൾസ് ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. പണ്ട് കാലത്താണെങ്കിൽ മുമ്പാണെങ്കിൽ ഒരു എക്സാമ്പിൾ നമ്മൾ ഫെങ്ഷി ടൂൾസ് എടുക്കുകയാണ്. ഫെങ്ഷി പ്രകാരമുള്ള ടൂൾസ്, ഏറ്റവും കൂടുതൽ ടൂൾസ് ഉള്ളത് ഫെങ്ഷിയിലാണ്. നമ്മുടെ ഭാരതീയ വാസ്തുശാസ്ത്രത്തിൽ കമ്പാരിറ്റീവ്ലി ഈ ടൂൾസ് കുറവാണ്. ഫെങ്ഷിയിൽ ഇൻ്റഗ്രേറ്റഡ് വാസ്തു പറയുമ്പോൾ അല്ലെങ്കിൽ ഫെങ്ഷിയിൽ ചൈനീസ് വാസ്തുശാസ്ത്രത്തിൽ വളരെ കൂടുതൽ ടൂൾസ് ഉണ്ട്. നല്ല എഫക്റ്റീവായിട്ടുള്ള ടൂൾസും ഉണ്ട്, അത്രത്തോളം എഫക്റ്റീവ് അല്ലാത്ത ടൂൾസും ഉണ്ട്, വെറുതെ പണം മുടക്കുന്നതുകൊണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനും അത് വളരെ കൂടുതലായിട്ട് ഇതിൻ്റെ അഡ്വാൻസ് കോഴ്സിൽ കൂടുതലായിട്ടുണ്ട്. ബേസിക് കോഴ്സിനെ ഉദ്ദേശിക്കുന്നത്, കാരണം മുമ്പ് ഇതിന് ബേസിക് കോഴ്സും അഡ്വാൻസ് കോഴ്സും പറഞ്ഞിരുന്നത്. ഇപ്പോഴാണ് ഡിപ്ലോമ കോഴ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സും ആയത്. കാരണം അതിന് പ്രത്യേകം ഇപ്പം എക്സാം വെച്ചിട്ട് അവിടെ ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ടാണ് ഡിപ്ലോമ കോഴ്സ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് എന്നുള്ള പേരുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഡയറക്ടർ ശ്രീ TP ലാലുമായിട്ട് സംസാരിച്ചാൽ ഈ ക്ലാസ്സുകളുടെ അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അദ്ദേഹത്തിന് കിട്ടും. ഞാൻ ഇതിൻ്റെ സബ്ജക്റ്റ് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നുള്ളൂ. ഏതായാലും ഞാൻ പിന്നെ ഇതിൽ പോകാം. 2-3 കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് വേണ്ടു. ഒന്ന്, കഴിയുന്നതും എല്ലാ ക്ലാസ്സുകളിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. കാരണം ഇന്ന് പഠിപ്പിക്കുന്നതിൻ്റെ തുടർച്ചയായിരിക്കും അടുത്ത ദിവസം, അതിൻ്റെ തുടർച്ചയായിരിക്കും അടുത്ത ദിവസം. അപ്പോൾ അത് തുടർച്ചയായിട്ട് നിങ്ങൾ പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊരു ദിവസം നിങ്ങൾ ആബ്സെൻ്റ് ആയാൽ ആ ഒരു എനിക്കിപ്പോൾ ഓരോ ദിവസവും ആബ്സെൻ്റ് ആവുന്നവർക്ക് വീണ്ടും പഠിപ്പിക്കുക എന്നുള്ളത് പ്രാക്ടിക്കലല്ല, നമുക്കറിയാം. കാരണം സിലബസ് ആ സമയത്തിനകത്ത് തീർക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ തുടർച്ചയോട്ട് പോകുമ്പോൾ ഒരു ക്ലാസ്സിൽ വരാത്തവർക്ക് ചിലപ്പോൾ നെറ്റിൽ ചിലപ്പോൾ ചിലരൊക്കെ അതിൻ്റെ കോപ്പിയൊക്കെ വാങ്ങിച്ച് പിന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ പൂർണ്ണമല്ല. നിങ്ങൾക്കിപ്പോൾ ഈ ഓരോ ക്ലാസ്സും ഈ ഒരു 1.5 മണിക്കൂർ സമയമുള്ള ഒരു 1.25 മണിക്കൂറേ ശരിക്കും ക്ലാസ് ഉള്ളൂ. ഈ 1.25 മണിക്കൂർ കഴിഞ്ഞ് അവസാനത്തെ 15 മിനിറ്റ് ക്വസ്റ്റ്യൻ ആൻസറാണ്. അത് നിങ്ങൾ അന്ന് പഠിച്ച കാര്യങ്ങളോ
അല്ലെങ്കിൽ വാസ്തുവുമായി ബന്ധപ്പെട്ട ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളോ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളിൽ ചോദിക്കാം. അതിനൊരു 10 മിനിറ്റ് സമയം, ക്വസ്റ്റ്യൻ ആൻസറിനോട് 10 to 15 മിനിറ്റ്സ്, 10 മുതൽ 15 മിനിറ്റ് വരെ സമയം നമുക്ക് അവസാനം ഈ ഓരോ ക്ലാസ്സിൻ്റെ അവസാനം കാണും. അപ്പോൾ അന്ന് നിങ്ങൾക്ക് അന്ന് പഠിച്ച കാര്യങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അത് ചോദിക്കാം. അത് അപ്പോഴും മാത്രമല്ല, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അൺമ്യൂട്ട് ഒക്കെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, എന്നേക്കാൾ കൂടുതൽ ഇപ്പോഴത്തെ ആളുകൾക്കാണ് അറിയാവുന്നത്. അപ്പോൾ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ സംശയം ചോദിക്കുക, ആ സംശയം ക്ലിയർ ചെയ്യും. അതുകൂടാതെ ആ ക്ലാസ്സിൻ്റെ അവസാനമായിട്ട് ഒരു 10-15 മിനിറ്റ് സമയം നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ക്ലാസ്സിലും നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് അന്ന് പഠിച്ച കാര്യങ്ങളും അല്ലാതെ ജനറൽ ആയിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും വാസ്തുവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും വേറെ കോഴ്സുകളിലൊക്കെ പഠിച്ചവരൊക്കെ ചിലപ്പോൾ കാണാം. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആ സംശയം നിങ്ങൾക്ക് അവിടെ ചോദിക്കാം. ആ സംശയത്തിന് ഉള്ള ആ ഉത്തരവും അവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ വളരെ രസകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾ കൂടി അതിനകത്ത് പൂർണ്ണമായി സഹകരിച്ചാൽ. കാരണം നിങ്ങൾ സഹകരിക്കണം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, കഴിയുന്നതും നമുക്കെല്ലാം ഇത് മാത്രമല്ല, വേറെ പല കാര്യങ്ങളും നമുക്കുണ്ട്. ഈ ക്ലാസ് മാത്രമല്ല നമുക്കുള്ളത്. അതുകൊണ്ട് ഇത് എല്ലാ ദിവസവും 100% അറ്റൻഡൻസ് ചിലപ്പോൾ സാധിച്ചില്ലെന്ന് വരും. ചിലപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ചില ക്ലാസ്സുകൾ വരാൻ പറ്റി. അങ്ങനെ അപ്പോൾ അങ്ങനത്തെ അന്നത്തെ ക്ലാസ്സിൽ എന്തെല്ലാം പഠിച്ചു എന്നൊക്കെ മറ്റുള്ള സ്റ്റുഡൻസിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ നോക്കുക. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി ഒരു വളരെ താല്പര്യത്തോട് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ, കാരണം ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ അധ്യാപകൻ്റെ, നമ്മുടെ മോഹൻ സാറിനോട് ചോദിച്ചാലും ഒക്കെ അത് അറിയാൻ പറ്റും. ഒരു അധ്യാപകൻ കൂടുതൽ ആത്മാർത്ഥത്തോടെ ക്ലാസ് എടുക്കുന്നത് ആ വിദ്യാർത്ഥികൾക്ക് ആത്മാർത്ഥത ഉണ്ടെന്ന് ബോധ്യമായാലാണ്. വിദ്യാർത്ഥികൾക്ക് വലിയ ആത്മാർത്ഥതയൊന്നുമില്ല. അവർക്ക് എന്തെങ്കിലും ഒരു ഡിഗ്രി വാങ്ങിക്കണം, അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം, അതെങ്ങനെയെങ്കിലും പഠിച്ചാലും പഠിച്ചില്ല, അത് അങ്ങനെയുള്ള ചില വിദ്യാർത്ഥികളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അങ്ങനെയാണ് വിദ്യാർത്ഥികളിൽ നിന്നുള്ള ഒരു റിട്ടേൺ നമുക്കറിയാൻ പറ്റും, ക്ലാസ് എടുക്കുമ്പോൾ അറിയാൻ പറ്റും. അതുണ്ടാകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും, മനഃപൂർവ്വം അല്ലത്, സ്വാഭാവികമായിട്ടും ആ അധ്യാപകനും ആ എടുക്കുന്ന ആ ഒരു ഇതിൽ ഒരു അത്രത്തോളം ഒരു ഉന്മേഷം ഉണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് ശരിയായ വിധത്തിൽ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികളും അതുപോലെ ആത്മാർത്ഥതയുള്ളവരായിരിക്കണം. അപ്പോൾ ആദ്യം നിങ്ങൾ എല്ലാ ക്ലാസ്സിലും വരിക, ആത്മാർത്ഥതയോടുകൂടി എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ക്ലിയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. അങ്ങനെ വളരെ നല്ല രസകരമായ ഒരു കോഴ്സിലേക്ക്, ഒരു ക്ലാസ്സിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇതിനെപ്പറ്റിയോ, അല്ലെങ്കിൽ മോഹൻ സാർ കൂടെ ഉണ്ട്, പിന്നെ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വാസ്തുവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ, ഈ കോഴ്സുമായിട്ടുള്ള സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. ലാൽ, അതിന് സമയമുണ്ടല്ലോ അല്ലേ? ലാലുണ്ടോ? ജ്യോതിഷത്തിന്റെ അടിസ്ഥാന ജ്യോതിഷം പഠിപ്പിക്കുന്ന സാറ് പ്രസന്നകുമാർ സാറാണ്. സാറ് അദ്ദേഹം, അതിനുശേഷം നമുക്ക് ചോദ്യോത്തരങ്ങൾ ഓക്കെ കഴിഞ്ഞല്ലോ. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് പ്രസന്നകുമാർ എന്നാണ്. ഞാൻ ഈ ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാലയുടെ ബേസിക് ജ്യോതിഷത്തിൻ്റെ ബേസിക് ക്ലാസ് പഠിപ്പിക്കുന്നത് ഞാനാണ്. അപ്പോൾ നമ്മൾ സമയം കുറേ കഴിഞ്ഞു പോയി, എങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഈ ജ്യോതിഷം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗൂഢശാസ്ത്രം പഠിക്കാൻ വരുന്നത് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ആത്മീയ വഴിത്തിരിവിൻ്റെ ഒരു സൂചനയാണ്. കാര്യം അത്രത്തോളം മഹത്തരമാണ് ഈ ശാസ്ത്രം. നിങ്ങൾക്ക് പലപ്പോഴും അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ പലപ്പോഴും ഇത് പഠിക്കണമെന്ന് താല്പര്യം തോന്നിയിട്ടുണ്ടെങ്കിലും, ഇപ്പോഴതിനുള്ള അവസരം കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലേക്കുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവെന്ന് വേണം കണക്കാക്കാൻ. അത് ഏത് ഗൂഢശാസ്ത്രമായാലും, അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിൽ പഠിച്ചാലും ശരി. നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഒരു ഹയർ സോളിൻ്റെ ഒരു അറ്റ്യൂൺമെൻറ്റ്, അല്ലെങ്കിൽ ഒരു ഈശ്വരാനുഗ്രഹം എന്ന് പറയും, അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് ശാസ്ത്രവും പഠിച്ചാൽ അത് തന്മയത്വത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ കഴിയും. അപ്പോൾ അതിലേക്കുള്ള ഒരു വഴിത്തിരിവ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അവരുടെ പരദേവത പ്രീതി വേണം. അതേപോലെ ഉപാസന ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഉപാസനാമൂർത്തിയെ കണ്ടെത്തി അങ്ങനെ ഉപാസനയുടെ പിൻബലം വേണം. അപ്പോൾ അതായത് ഗ്രഹബന്ധനവും രാശിബന്ധനവും നക്ഷത്രബന്ധനവും അതേപോലെ പരദേവതയുടെ അനുഗ്രഹവും ഉപാസനാമൂർത്തിയുടെ പിൻബലവും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ശാസ്ത്രങ്ങളെല്ലാം ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ആള് നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ മാത്രം മിടുക്കല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക.
അപ്പോൾ നമ്മൾ പഠിക്കുന്നത് വേദാംഗ ജ്യോതിഷമാണ്. അപ്പോൾ സാർ നേരത്തെ പറഞ്ഞു നമ്മൾ ബേസിക് എന്ന് പറയുന്നത് വരാഹമിഹിര ആചാര്യൻ്റെ ഹോരാശാസ്ത്രത്തിനെ ബേസ് ചെയ്താണ് നമ്മളവിടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ക്ലാസ്സുകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത് നമ്മൾ ഈ പ്രാക്ടിക്കൽ ജ്യോതിഷം, അത് വാസ്തുശാസ്ത്രമായാലും ജ്യോതിഷമായാലും നമ്മൾ എങ്ങനെ പ്രാക്ടിക്കൽ കൂടി, നമുക്ക് ഇത് വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല, ഒരു ശാസ്ത്രം പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. അതെങ്ങനെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഗുണകരമാം വിധത്തിൽ എങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ള ആ ഒരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് ജ്യോതിഷമായാലും വാസ്തുശാസ്ത്രമായാലും അത് നേരത്തെ ഗുരുനാഥന്മാർ പറഞ്ഞു. അതെന്തായാലും ഈ ഒരു സ്ഥാപനത്തിൽ ഈ ജ്യോതിഷം അല്ലെങ്കിൽ വാസ്തുശാസ്ത്രം പഠിക്കാനായിട്ട് ഇന്ന് എത്തിയിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. അപ്പം കൂടുതൽ വിവരങ്ങൾ ഈ നമ്മളുടെ സംശയങ്ങളൊക്കെ ഇവിടെ ചോദിക്കാം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമ്മൾ ഇപ്പോൾ ഓരോ ഡിവിഷനായിട്ട്, അതായത് ബേസിക് പഠിക്കുന്നവർക്ക് പ്രത്യേകമായിട്ട് ഗ്രൂപ്പ് ഉണ്ടാവും, അതേപോലെ ജ്യോതിഷത്തിന്റെ മറ്റ് ശാഖകൾ പഠിക്കുന്നവർക്ക് പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാവും, അതേപോലെ തന്നെ വാസ്തുശാസ്ത്രത്തിന്റെ 3 വിഭാഗത്തിൽ പഠിക്കുന്നതിനും പ്രത്യേക ഗ്രൂപ്പുകൾ ഉണ്ടാവും. പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നത് വെച്ചാൽ, നമ്മുടെ ഈ സ്ഥാപനത്തിൽ വിദേശ രാജ്യങ്ങളിലേക്ക് നിങ്ങൾ കൈകാര്യം ചെയ്യാൻ, ഇത് വാസ്തുശാസ്ത്രമായാലും ഏതെങ്കിലും കൈകാര്യം ചെയ്യാൻ പോകണമെങ്കിൽ നമുക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവാദത്തോടു കൂടിയുള്ള ഒരു അറ്റസ്റ്റേഷൻ ഉണ്ട്. അതിനെ പറ്റിയൊക്കെ കൂടുതൽ വിവരങ്ങൾ ലാൽ സാർ പറയും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മൾ ഈ ക്ലാസ്സുകളെല്ലാം പിന്നെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് നടത്തുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ്സിൻ്റെയൊക്കെ വീഡിയോകൾ ഈ മൊബൈൽ ആപ്ലിക്കേഷനിൽ നമുക്ക് കിട്ടും. നമുക്ക് എന്തെങ്കിലും രീതിയിൽ പിന്നെ സാങ്കേതിക തടസ്സങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും എല്ലാ വീഡിയോകളും കിട്ടും. അത് ഈ ക്ലാസ് തീരുന്നവരെ, കോഴ്സ് തീരുന്നവരെ ആ വീഡിയോകൾ ഉണ്ടാവും. നിങ്ങൾക്ക് ക്ലാസ്സുകൾ അങ്ങനെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം പിന്നെ അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റുകളും നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. അത് ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആണ്. അത് നമുക്ക് കേരളത്തിൽ മാത്രം ഉള്ള സർട്ടിഫിക്കറ്റും ഉണ്ട്, കേരളത്തിന് വെളിയിൽ ഇന്ത്യയിൽ മാത്രമുള്ള സർട്ടിഫിക്കറ്റും ഉണ്ട്, ഇന്ത്യക്ക് വെളിയിൽ 120 രാജ്യങ്ങളിൽ ഉള്ള സർട്ടിഫിക്കറ്റും ഉണ്ട്. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് പിന്നീട് നിങ്ങളുടെ അതായത് ക്ലാസ്സുകളിൽ പറയാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതും എടുക്കാം. അത് പിന്നെ ജോലിക്ക് വരെ അപ്ലൈ ചെയ്യുന്നുണ്ട് പലരും വിദേശ രാജ്യങ്ങളിൽ. ഡിപ്ലോമ കഴിഞ്ഞവർ, ചിലര് അവർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ അവർ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് അവരുടെ അതിൻ്റെ വെരിഫിക്കേഷനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ അവർക്ക് അതുകൂടെ നല്ലൊരു ജോലിയൊക്കെ കിട്ടിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള അറ്റസ്റ്റേഷൻ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതിന് എക്സ്ട്രാ ഫീസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അത് നിങ്ങൾ അടുത്ത പിന്നെ ക്ലാസ്സുകളിൽ നിങ്ങളെ അറിയിക്കും. ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മുഹൂർത്തം നോക്കി ഇന്ന് തുടങ്ങിയതാണ്. കോമൺ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണെന്ന്. അതിന് വരുന്ന ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഗ്രൂപ്പുകളായിരിക്കും. അടിസ്ഥാന ജ്യോതിഷം താല്പര്യം, ഇപ്പം നിങ്ങളുടെ ആ ഗ്രൂപ്പിൽ തന്നെ പ്രത്യേകം ഗ്രൂപ്പുകളുള്ള ലിങ്ക് വരും. ആ ലിങ്കിൽ നിങ്ങൾക്കുള്ള പിന്നെ സബ്ജക്റ്റ് പഠിക്കാൻ പോകാവുന്നതാണ്. പിന്നെ ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിക്കുക, നമുക്ക് അതിന് മറുപടി തരുന്നതാണ്. ഈ വാസ്തു ആചാര്യ കോഴ്സിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ കാര്യങ്ങൾ എങ്ങനെയാണ്, എന്നാ ക്ലാസ് തുടങ്ങുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. നമസ്തേ അത് അതിന്റെ ഡീറ്റെയിൽസ് അറിയിക്കാം. അതിനകത്ത് എത്ര പേരുണ്ടെന്ന് നോക്കിയിട്ടൊക്കെ വേണം. അതിനൊരു ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്യും, വാസ്തു ആചാര്യയുടെ. ആ ഗ്രൂപ്പിനകത്ത് നമ്മൾ ആ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറയും. കാര്യം അത് സാറ് ഇവിടെ പഠിച്ചതാണോ നേരത്തെ? ഇവിടെ സാറിന് പഠിച്ചതാണ്. അപ്പം സാറ് അത് വിശദമായിട്ട് പറഞ്ഞുതരാം. അത് നമ്മൾ സാധാരണ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ അതിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പം അതുപോലെ തന്നെ സാറ് എവിടെയെങ്കിലുമൊക്കെ വിസിറ്റിന് പോകുമ്പോഴത്തേക്ക് അവിടെ നിങ്ങൾക്ക് 2 പേർക്കോ 3 പേർക്കൊക്കെ പോകാനുള്ള അവസരം ഉണ്ടാവും. അവിടെ പോയിട്ട് നമ്മുടെ സൈറ്റിൽ പോയിട്ട് പ്രാക്ടിക്കലായിട്ട് ഇപ്പോൾ രത്ന കറക്ഷൻസ് ആണെങ്കിൽ അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പിന്നെ പിരമിഡ് കറക്ഷൻ ആണെങ്കിൽ അത്, പിന്നെ കട്ടള വെപ്പ്, പിന്നെ കുറ്റിയടിക്കല്, പിന്നെ പ്ലോട്ട് നോക്കാൻ പോവുക, അല്ലെങ്കിൽ വീടിന്റെ വാസ്തു നോക്കാൻ പോവുക. ഇതെല്ലാം നമുക്ക് നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കി അതെല്ലാം നമ്മൾ വാട്സപ്പ് ഇടും. ആ സമയത്ത് 2 പേർക്ക് നമ്മളോട് ഡിസ്കസ് ചെയ്തിട്ട് ആരെങ്കിലും 2 പേര് പോവുക, അല്ലെങ്കിൽ 3 പേര് പോവുക. പോയിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. എല്ലാത്തിനും സെപ്പറേറ്റ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ നിങ്ങൾ പോയി കണ്ട അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അത് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അത് ഡിസ്കസ് ചെയ്യും. അപ്പം അത് അങ്ങനെ ഒരു നല്ലൊരു ക്ലാസ്സാണ്. ആ ഒരു കോഴ്സ് കൂടി കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് വാസ്തു ഒരു സൈറ്റിൽ പോയി വാസ്തു നോക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും.
ആയിക്കോട്ടെ, ശരി. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അയക്കണേ. അതിപ്പോ ഞാൻ പിന്നെ ഗ്രൂപ്പിനകത്ത് ഒരു മെസ്സേജ് ഇടും, വാസ്തു ആചാര്യക്ക് താല്പര്യമുള്ളവർ എന്റെ ഗ്രൂപ്പിൽ ചേരണമെന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് നിങ്ങൾ ഓക്കെ, സാർ ആ ശരി, ഗ്രൂപ്പിലോട്ട് ചേർന്നു. ആയിക്കോട്ടെ, ശരി, ശരി. സാർ പിന്നെ ബേസിക് പറയും. സാർ ബേസിക് കോഴ്സിൽ നമ്മള് മെയിൻ ആയിട്ട് ഏതൊക്കെയാണ് കവർ? ലഗ്നം, ലഗ്നസ്ഫുടം അതൊക്കെ വരുമോ? ബേസിക് കോഴ്സിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഗ്രഹനില, പിന്നെ അതുപോലെ തന്നെ പിന്നെ ഗ്രഹങ്ങളെ പറ്റി ചിന്തിക്കേണ്ടത്, രാശികളെ പറ്റി ചിന്തിക്കേണ്ടത്, ഭാവങ്ങളെ പറ്റി എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടത്, അങ്ങനെ അടിസ്ഥാനപരമായിട്ട് ആദ്യമായിട്ട് ഒരാൾ ജ്യോതിഷം പഠിക്കാൻ വരുമ്പോൾ ഒരു ഗ്രഹനില കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ പറയാൻ പറ്റും, അങ്ങനെയുള്ള അടിസ്ഥാന കാര്യങ്ങളാണ് ഇതിനകത്ത്. പിന്നെ അതായത് ഒരു ജാതകം എങ്ങനെ എഴുതാം എന്നുള്ള സെറ്റപ്പിലേക്ക് നമ്മൾ എത്തും, അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അതെ, ഇപ്പം ഇതിനകത്ത് ഗണിതം പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അവസാനം വരുന്നത് വെച്ചാൽ നമ്മൾ ഒരു ജാതകം വിശകലനം ചെയ്യണം. അങ്ങനെ ഒരു കുറെ എക്സാമ്പിൾ ഇട്ടിട്ട് ഒരു 3-4 എക്സാമ്പിൾ ജാതകം ഇട്ടിട്ട് അത് വിശകലനം ചെയ്യാനും പഠിപ്പിക്കും. എന്നുവെച്ചാൽ അടിസ്ഥാനം ആദ്യമായിട്ട് വരുന്ന ഒരാളിന് ഇത് പഠിപ്പിക്കാൻ ശ്ലോകങ്ങളൊന്നും അതിനകത്ത് വരത്തില്ല. കാര്യം എന്താന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് വരുന്ന ഒരാളിന് പഠിച്ചു പോകുമെന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന 8 മാസം കൊണ്ട് പഠിച്ചു. അതുകൊണ്ട് ഈ 8 മാസത്തെ കോഴ്സ് കൊണ്ട് നമുക്കൊരു ഗ്രഹനില കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ജാതകം കിട്ടിക്കഴിഞ്ഞാൽ അത് നോക്കി വായിച്ച് മനസ്സിലാക്കുക, അത് നോക്കുന്ന നമ്മളെ പ്രാപ്തി. എന്താ നിറയെ സ്ഥാപനങ്ങൾ ലാലിന്റെ ശബ്ദം ഇടയ്ക്ക് പോകുന്നുണ്ട്. മൈക്കിനെ ഒന്ന് അടുപ്പിച്ചു. സാർ നമ്മളിപ്പോ കാൽക്കുലേഷൻ ഇല്ലാന്ന് അറിയാം അവിടെ പഠിപ്പിക്കണ്ടേ? ഇപ്പൊ ആപ്പ് സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ എന്നാ പറയുന്നത്. അല്ല, നമ്മൾ ഈ സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്തു വച്ചിരിക്കുന്നത്, അതായത് ഓരോ ദിവസത്തെയും ഗണിതം എങ്ങനെയാണ് സോഫ്റ്റ്വെയറിൽ ചെയ്തു വച്ചിരിക്കുന്നു എന്നുള്ള വിവരം നമ്മൾ അടിസ്ഥാനം പഠിക്കും. അല്ലാതെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരാൾ വന്നു, അല്ലെങ്കിൽ ഒരു ജാതകം നിങ്ങളുടെ മൊബൈൽ അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസ് വന്നു, അല്ലെങ്കിൽ കറണ്ട് ഇല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്റെ മൊബൈൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇന്ന് ജ്യോതിഷം നോക്കില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണോ നമ്മൾ അത് ചെയ്തിരിക്കുന്നത് ആ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഗണിതത്തിനെ നമ്മൾ ഭംഗിയായിട്ട് പഠിക്കും. പിന്നെ ഈ അടിസ്ഥാന കോഴ്സിന്റെ പിന്നെ നോട്ട്സ് എല്ലാം നമ്മൾ PDF ആയിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓരോ പിന്നെ ചാപ്റ്റർ ആയിട്ട്, അങ്ങനെ 18 ചാപ്റ്റർ ആയിട്ടാണ് നോട്ട്സ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ആ നോട്ട്സുകൾ നിങ്ങൾ ഓരോ ക്ലാസ്സിനും മുമ്പ് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഈ നോട്ട്സുകളെല്ലാം ഇട്ടേക്കും. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ പ്രിന്റ് എടുക്കാൻ പറ്റും. PDF നോട്ട്സ് ആണ്, നിങ്ങൾക്ക് അതിന്റെ പ്രിന്റ് എടുക്കാനോ എഴുതിയെടുക്കാനോ പറ്റും. അങ്ങനെ എല്ലാം അത് പല പല ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഒരു പിന്നെ PDF ആക്കി നോട്ട്സ് ആക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അയച്ചു തരും. ഓക്കെ. നമ്മൾ പിന്നെ സാർ വേറെ സംശയം കൂടി, ഇപ്പൊ ഏത് കോഴ്സ് ആയാലും ബേസിക് കോഴ്സ് പഠിക്കുന്ന ആള് ഏകദേശം എത്ര മണിക്കൂർ സ്പെയർ ചെയ്യണം നമ്മളിപ്പോ പഠിക്കാൻ ഒരു ദിവസം? അത് നമ്മൾ ആഴ്ചയിൽ ഒരു ക്ലാസ് ആണ്, മാസത്തിൽ 4 ക്ലാസ്സുകളാണ് ഉള്ളത്. ഏകദേശം 8 മാസം കുറഞ്ഞത് ഈ കോഴ്സ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഇതിന്റെ അവസാനം ഒരു എക്സാം ഉണ്ടാകും. എക്സാം എഴുതി വിജയിക്കുന്നവർക്കെല്ലാം എല്ലാ കോഴ്സിനും സർട്ടിഫിക്കറ്റ് നമ്മളിവിടെ നമ്മുടെ സ്ഥാപനം നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. അത് എക്സാം നിർബന്ധമാണോ എഴുതണമെന്ന് എല്ലാവർക്കും? അത് എക്സാം എഴുതുന്നവർക്ക് മാത്രമേ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ ഉള്ളതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും അറിയേണ്ടതായിട്ടുണ്ടോ? താമ്പൂല പ്രശ്നത്തിന്റെ ക്ലാസ് ഉണ്ടോ സാറേ? താമ്പൂല പ്രശ്നത്തിന്റെ ക്ലാസ് ഇപ്പൊ കഴിഞ്ഞിടക്ക് തുടങ്ങിയായിരുന്നു. ഇനിയിപ്പോ അത് 3 മാസത്തെ കോഴ്സാണ്. 3-4 മാസത്തെ കോഴ്സാണ്. അതിന് അടുത്തത് തുടങ്ങുമ്പോൾ അറിയിക്കാം. നിങ്ങളിപ്പോ ഉള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ തുടർന്നാൽ മതി. നമ്മൾ ഏതെങ്കിലും കോഴ്സുകളൊക്കെ തുടങ്ങുമ്പോഴെല്ലാം ആ ഗ്രൂപ്പിലും അതും ഈ ബേസിക് പഠിച്ചിട്ടല്ലേ താമ്പൂലം പഠിക്കേണ്ടത്? അത് കുറച്ച് ബേസിക് അറിഞ്ഞാൽ എളുപ്പമാണ്. കുറച്ച് ബേസിക് അറിഞ്ഞാൽ എളുപ്പമാണ് അല്ലേ? അതെ, ബേസിക് അറിയാവുന്നവർക്ക് വളരെ നന്നായി പഠിച്ചെടുക്കാൻ പറ്റും. എന്തെങ്കിലും മറ്റേ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. വളരെ നന്ദി സാറേ. താങ്ക് യു. അപ്പൊ മറ്റ് സംശയങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അടുത്ത് എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലിടും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സർ.
എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം. താങ്ക് യു. Thank you, sir. സർ. Thank you, sir.